അപ്പോൾ ഇന്ന് നമ്മൾ 18ാമത്തെ അവസാനം, വി ആർ എൻറ്ററിങ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദിസ് എന്താ പറയുക തപസ്യ, വിച്ച് വി സ്റ്റാർട്ടഡ് ഓൺ October 24th. So it is next week we will complete 8 months of it, and so we reach the last stage, the last chapter, മോക്ഷ സന്യാസ യോഗം. അപ്പോൾ ഇതുവരെ 17 അധ്യായങ്ങളിലൂടെ നമ്മൾ ഭഗവത്ഗീതയുടെ അന്തസത്ത മുഴുവനും നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ we can take it as the 4 phrases that we talked about in the last class. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ 17ാമത്തെ അധ്യായത്തിൽ ഓം തത്സത്ത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്ന അധ്യായത്തിൽ അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്, നമ്മൾ ആ ത്യാഗങ്ങളാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഇൻഫിനിറ്റ്യൂഡിൻ്റെ റിഫ്ലക്ഷൻ. നമ്മളെപ്പോഴൊക്കെ നമ്മളുടെ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ത്യാഗമനോഭാവം കൊണ്ടുവരുന്നുവോ അന്ന് നമ്മൾ ബ്രഹ്മത്തിൻ്റെ ആ പദത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതം മുഴുവനും ത്യാഗത്തിൻ്റെ പര്യായമാക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബ്രഹ്മത്വത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ബ്രഹ്മം, ബിക്കോസ് ബ്രഹ്മൻ ഈസ് റൂട്ടഡ് ഇൻ സാക്രിഫൈസസ്. അങ്ങനെ ആ എല്ലാ വിധത്തിൽ നമ്മളെ ത്യജിച്ചുകൊണ്ട് ജീവിതം നയിക്കുമ്പോൾ, ത്യാഗമനോഭാവത്തോടു കൂടി ജീവിതം നയിക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം ദൈവീകമായി മാറുന്നു. അങ്ങനെ ദൈവീകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം വളരെ ശുഭദായകമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. സോ ഡിവൈൻ ആക്ഷൻസ് ബിക്കം ഓസ്പീഷ്യസ് ആൻഡ് ഗുഡ്. ദേ ആർ ഓസ്പീഷ്യസ് ആൻഡ് ഗുഡ്. അതാണ് അങ്ങനെയുള്ള ത്യാഗമനോഭാവത്തോടു കൂടിയിട്ട് ദിവ്യത്വത്തിലേക്ക് ഉയർന്നു കൊണ്ടുവന്ന് നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിവോഷൻ ആൻഡ് ഇറ്റ് ഈസ്, അതാണ് ശരിയായിട്ടുള്ള അസ്തിത്വം. ആ അസ്തിത്വത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇവിടെ ഭഗവത്ഗീത പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ഒരു സ്റ്റാറ്റസ്, അതാണ് 17 അധ്യായത്തിലൂടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇതിൻ്റെയൊക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണ് ത്യാഗമനോഭാവം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, എങ്ങനെയാണ് അത് ദിവ്യത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അത് എങ്ങനെയാണ് നല്ല പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നത്, അതെങ്ങനെയാണ് ഭക്തിയാവുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ പല അധ്യായങ്ങളിൽ കണ്ടു. കർമ്മയോഗത്തിലെ കർമ്മത്തിൻ്റെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ ഇതിനെ കറന്നെടുത്തുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലെ ജോലിസ്ഥലങ്ങളിലെ ഒക്കെ പ്രവർത്തന മേഖലകളിലെല്ലാം അത് കൊണ്ടുവരുവാനും, അത് എന്നിട്ട് ജീവിതത്തിൽ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ക്രിയേറ്റീവ്, പ്രൊഡക്റ്റീവ് ആൻഡ് എൻറിച്ചിങ് എന്ന് പറയുന്ന 3 സംഗതികൾ, ക്രിയാത്മകവും അതുപോലെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വി പ്രൊഡ്യൂസ് മോർ ദാൻ വി കൺസ്യൂം എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയും, അത് വെറുതെ അങ്ങനെ എത്തിക്കലല്ല, നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അത് എൻറിച്ചിങ് ആയിട്ടുള്ള നമ്മളെയും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാവരുമായിട്ടും സൊസൈറ്റിയും രാജ്യവും ഒക്കെ ഈ ലോകം തന്നെ അതിനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റും അതിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതൊക്കെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ഈ പറയുന്ന ദിവ്യത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളൊരു ആധ്യാത്മികതയിൽ നിന്ന് മാറ്റി നിർത്തി നമ്മളുടെ ജീവിതത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ദൃഷ്ടികോണിലൂടെ നമ്മൾ ഇതിനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ആ മെസ്സേജസ് ആണ് നമ്മളിവിടെ കർമ്മയോഗത്തിലും ഭക്തിയോഗത്തിലും ജ്ഞാനയോഗത്തിലും കണ്ടത്. ജ്ഞാനയോഗത്തിൻ്റെ അവസാനത്തിൽ ഇപ്പോൾ ആ ഭഗവത്ഗീത തത്വങ്ങളെ മുഴുവനും ഒരു സംക്ഷിപ്തമായിട്ട് 78 ശ്ലോകങ്ങളിൽ 78 ശ്ലോകങ്ങളിൽ ഇവിടെ കൃഷ്ണൻ അവസാനമായിട്ട് നമ്മൾ ആ ചാപ്റ്ററിൽ വേദവ്യാസൻ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിന് ഇതുവരെ കണ്ടിരിക്കുന്നതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുകയാണെങ്കിൽ ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ തിങ്സ് ദറ്റ് വി ഹാവ് സീൻ സോ ഫാർ. ഫസ്റ്റ് ഓഫ് കോഴ്സ് ഇസ് ദ കർമ്മയോഗ പാർട്ട് വേർ we looked at the attitudes and motivations that we need to employ in our day-to-day work, in our thought processes, and how to elevate our thinking to that level so that we exist and we do things without likes and dislikes, without any prejudices, and reach a state of flow, ഒരു ധ്യാനനിരതമായിട്ടുള്ള പ്രവർത്തന മേഖലകളിലേക്ക്, പ്രവർത്തന ശൈലിയിലേക്ക് എത്തിച്ചേരുക. ദാറ്റ് എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഇൻ ഓൾ ദ തിങ്സ് ദാറ്റ് വി ഡു. അതാണ് that is how we develop dexterity in action through equanimity of the mind and selflessness എന്ന് പറയുന്ന കർമ്മയോഗത്തിൻ്റെ 3 ആസ്പെക്റ്റുകൾ. We reach the state of dexterity in action. That is chapter 1 to 6 summarized those aspects of action. And then when this dexterity of action
ഈസ് കമ്പൈൻഡ് വിത്ത് ദ കോൺഫിഡൻസ് ഓഫ് യുവർ ഇന്നർ സെൽഫ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വം അതുമായിട്ട് നമ്മളെ കണക്ട് ചെയ്തിട്ട് വെൻ യു ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ആസ് ദ യൂണിവേഴ്സൽ, അതായത് ആ ഒരു എന്താ പറയുക, സർവവ്യാപിയായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആത്മതത്വം തന്നെയാണ് നമ്മളുടെ ഉള്ളിലുള്ളതെന്നും ഉള്ള ബോധത്തോടു കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് പൂർണ്ണത കൈവരിച്ചിരിക്കുന്ന ഒരു ശക്തി നമ്മളുടെ ഉള്ളിൽ, പൂർണ്ണമായിട്ടുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവുകയും അത് നാശങ്ങളില്ലാത്തതാണെന്നും അത് ഈ അനന്തമായിട്ട് കിടക്കുന്ന എല്ലാത്തിൻ്റെയും അനന്ത എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ്, ബ്ലിസ് എന്ന് പറയുന്ന മൂന്ന് എക്സിസ്റ്റൻസ്, നോളജ് ആൻഡ് ബ്ലിസ്, നമ്മളുടെ തന്നെ അസ്തിത്വം, ഇൻഫിനിറ്റ് എക്സിസ്റ്റൻസ്, നോളജ് അതായത് ഒംനിപൊട്ടൻസ് ആൻഡ് ഓൾസോ ബ്ലിസ് അതായത് സാറ്റിസ്ഫാക്ഷൻ, ഫുൾഫിൽമെൻറ്റ് എന്നൊക്കെ പറയുന്ന സസ്റ്റൈനബിലിറ്റി ആൻഡ് ദാറ്റ് വിച്ച് ഈസ് സസ്റ്റൈനബിൾ, അങ്ങനെയുള്ള ശക്തി ആണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക. വിത്ത് ദ ഡെക്സ്റ്ററിറ്റി ഓഫ് ആക്ഷൻ ദാറ്റ് വി obtained through the strategies and techniques developed through the Karma Yoga, and with the conviction that all the manifestation of my and our abilities or your abilities are but the reflections of that infinite power which is everywhere and which is inside us, and so within and without that power, and that is me, and that power is now existing, working through the body, mind and intellect, and you reach then that state of inspiration. ഒരു എന്താ പറയുക, ഒരു ആവേശത്തോടു കൂടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പ്രബോധനത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന അവസ്ഥ, ഇൻസ്പയർഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ആ ഇൻസ്പിറേഷനാണ് ഭക്തിയുടെ, അതായത് മനസ്സിലൂടെ ഭക്തിയുടെ പ്രകാശനമാണത്. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത് ദാറ്റ് ഇൻസ്പിറേഷൻ ഇൻ ആക്ഷൻ ഇസ് വാട്ട് ഭക്തി ഈസ് ഓൾ അബൌട്ട്, ആൻഡ് ദാറ്റ് വാസ് dealt with from chapters 7 to 12. അപ്പോൾ dexterity in action, inspiration in action, and then from 13th chapter onwards we looked at the details about how this inspiration can be brought out from within us, this inspiration, when that it is rooted in the analytical and differentiating capabilities of the mind. അതായത് വിവേചന ബുദ്ധി, വിവേക ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു ഫാക്കൽറ്റി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോൾ തെറ്റും ശരിയും ഏതെന്നും നല്ലതേതെന്നും ചീത്തയേതെന്നും പ്ലഷറബിൾ ആയിട്ടുള്ളത് എന്താണെന്നും നല്ലത് ഗുഡ് ആൻഡ് ദ പ്ലസൻറ്റ്, ദാറ്റ് ഈസ് വാട്ട് ബേസിക്കലി വി നീഡ് ടു ഡിഫറൻഷിയേറ്റ്. ആ ഡിഫറൻഷിയേറ്റിംഗ് കേപ്പബിലിറ്റീസിൻ്റെ ഇതിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധിശക്തി, സട്ടിൽ ഇൻ്റലക്ട്, ആൻഡ് യു റിയലി സ്റ്റാർട്ട് ഐഡൻറ്റിഫൈങ് വിത്ത് ദ സെൽഫ് ആസ് ദ ഇൻഫിനിറ്റ്. അപ്പോഴാണ് നമുക്ക് ആ അനന്തമായിട്ടുള്ള ആ നാശങ്ങളില്ലാത്തതായിട്ടുള്ള ആത്മതത്വവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് ഈസ് വെൻ വി ഐഡൻറ്റിഫൈ ദ സെൽഫ് ആസ് ദി ഇൻഫിനിറ്റ്യൂഡ് ആൻഡ് യു റീച്ച് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ് വിച്ച് ഈസ് ദ ലിബറേഷൻ ഫ്രം ലിമിറ്റേഷൻസ്. അതാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷം എങ്ങനെയാണ് അപ്പോൾ കിട്ടിയതെന്ന് നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. എന്താ കാരണം അത് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. പ്രാക്ടിക്കൽ ഗീത ഇൻ്റലിജൻസ് അതാണ്. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് അബൌട്ട് ഡെക്സ്റ്ററിറ്റി ഇൻ ആക്ഷൻ, ഇൻസ്പിറേഷൻ ഇൻ ആക്ഷൻ ആൻഡ് ലിബറേഷൻ ഫ്രം ലിമിറ്റേഷൻസ്. And for why എന്തിനാണ് ഇതൊക്കെ? It is all for producing, enhancing and expanding, for producing more than you consume, enhancing and enriching and expanding. That is the liberation, the expansion, coming out of your comfort zones and going beyond what you normally will be able to do എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളുടെ ആത്മതത്വം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരത്തിനെയും നമ്മൾ ഉയർത്തിയെടുക്കുന്ന ഒരു പ്രോസസ്. ദാറ്റ് ഈസ് ദ ഗീത ഇൻ്റലിജൻസ് ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഡെക്സ്റ്ററിറ്റി ഇൻ ആക്ഷൻ, ഇൻസ്പിറേഷൻ ഇൻ ആക്ഷൻ ആൻഡ് ലിബറേഷൻ ഫ്രം ലിമിറ്റേഷൻസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫണ്ടമെൻ്റലായിട്ട് അവിടുന്നാണ് നമ്മൾ 18ാം അധ്യായം തുടങ്ങുന്നത്. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി ഹാവ് ലേൺഡ് ഫ്രം 17 chapters. ഇനി എല്ലാം നമുക്ക് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന 2 വാക്കുകളിലേക്ക് ഇതിനെ നമുക്ക് സംക്ഷിപ്തമായിട്ട് വിവരിക്കാൻ സാധിക്കും. അതെന്തൊക്കെയാണ്? ഇറ്റ് ഈസ് റിനൗൺസിയേഷൻ ആൻഡ് സാക്രിഫൈസ്. സന്യാസവും ത്യാഗവും, സന്യാസ മനോഭാവം, ത്യാഗമനോഭാവം എന്ന് പറയുന്ന 2 മാനസിക അവസ്ഥ, അത് അതിലേക്ക് എത്തിച്ചേരലാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. റിനൗൺസിയേഷൻ ആൻഡ് സാക്രിഫൈസ്. അപ്പോൾ നമ്മളിത് പലതും കേട്ടു. ഇതെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് കർമ്മയോഗത്തിലും ഭക്തിയോഗത്തിലും ഒക്കെ. പിന്നെ സത്വരജസ്തമോ ഗുണങ്ങളാലും ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലായാലും എല്ലാം ദേവാസുര സമ്പത്ത് വിഭാഗയോഗത്തിലൂടെയും
മറ്റേ ശ്രദ്ധാത്രയ വിഭാഗത്തെ എല്ലാം നമ്മൾ കണ്ടു. ഇതിൻ്റെ ഇടയിലെ പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള മാർഗങ്ങളും കണ്ടു. പുരുഷോത്തമ യോഗത്തിൽ നമ്മൾ കണ്ടു. ആ റിനൗൺസിയേഷൻ ആൻഡ് സാക്രിഫൈസ് എന്ന് പറയുന്ന ക്വാളിറ്റീസ്, ദാറ്റ് വെൻ ഇറ്റ് ഈസ് ടേക്കിംഗ് ഡീപ്പ് റൂട്ട് വിതിൻ അവർ മൈൻഡ്, the intellect, then that is going to come through as your thought, selfless thoughts, and then it reflects in the outside world as, you know, actions, dexterity of action, equanimity of mind, and also the discriminative capabilities that can differentiate between what is good and what is wrong, or what is dharma and what is adharma എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറൈസേഷനിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് നമ്മുടെ ചിന്താശക്തിക്ക് സാധിക്കുന്നു. അത് ഈ റിനൗൺസിയേഷൻ ആൻഡ് സാക്രിഫൈസ് എന്ന് പറയുന്ന മനോഭാവത്തിലാണ് എന്നും നമുക്ക് അറിയാം. പക്ഷേ ഇപ്പോഴും നമുക്ക് വാട്ട് ഈസ് റിനൗൺസിയേഷൻ, വാട്ട് ഈസ് സാക്രിഫൈസ് എന്നുള്ള ആ രണ്ട് വാക്കുകളുടെ അർത്ഥത്തിൽ നമുക്ക് സംശയങ്ങളുണ്ടാവാം. ഒരു പുക മാതിരിയെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണ്, അതാണ് അർജുനൻ ആ സമയത്ത് ചോദിക്കേണ്ടായി. അർജുനന് ഈ പ്രശ്നം ഉണ്ടായി. അർജുനൻ, so he starts with that question, what is renunciation and what is sacrifice? അർജുനൻ ചോദിക്കുന്നു കൃഷ്ണൻ്റെ അടുത്ത് ഒന്നാമത്തെ ശ്ലോകത്തിൽ, what is the essence of renunciation? ഇപ്പോൾ വാക്കുകൾ അറിയാം. സന്യാസം, റിനൗൺസിയേഷൻ, ത്യാഗം, സാക്രിഫൈസ്. ഇതിൻ്റെ സാത്വികമായിട്ടുള്ള, താമസികവും ആൻഡ് രാജസികവുമായിട്ടുള്ള പല സംഗതികൾ നമ്മൾ കണ്ടു. പക്ഷേ ഇതിൻ്റെ എസൻസ് എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല എന്നുള്ള മട്ടിലാണ് അർജുനൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചോദിച്ചത്. നമുക്കും ആ സംശയമുണ്ടാവാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു തരണം എന്ന് ഒരൊറ്റ ചോദ്യത്തിൽ, വാട്ട് ഈസ് ദ എസൻസ് ഓഫ് renunciation and sacrifice, and what is the difference between these two? ഇത് രണ്ടും കേൾക്കുമ്പോൾ രണ്ടും ഒന്നാണ് എന്ന് തോന്നാം. പക്ഷെ അതിൻ്റെ ഫൈനർ ഷെയ്ഡ്സ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്കതിനെ പ്രാവർത്തികമായിട്ട് ചെയ്യാൻ പറ്റുക, പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത്. that is when we translate these concepts into action. That is when we are able to do that, when we really differentiate it and understand the finer aspects of these two terms, സന്യാസ ആൻഡ് ത്യാഗ. അപ്പോൾ ഈ ആത്മതത്വം നമ്മളുടെ സെൻസസിൻ്റെയും ഫിസിക്കലായിട്ടുള്ള പവേഴ്സും, സെൻസ് കൺട്രോൾ, മൈൻഡ് കൺട്രോൾ എന്നൊക്കെ പറയുന്നതായ ശക്തികളായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് സന്യാസവും ത്യാഗവുമായി മാറണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ്, അപ്പോൾ അതിൽ ഇവിടെ പറയുന്നുണ്ട്, അതായത് അർജുനൻ ശ്രീകൃഷ്ണനെ അവിടെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. അതായത് മഹാബാഹു, ഋഷികേശ, കേശി, നിഷൂധനൻ എന്ന് പറയുന്ന പേരുകളൊക്കെ വിളിച്ചിട്ടാണ് അവിടെ ശ്രീകൃഷ്ണനെ അവിടെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം അതെന്താ, മൈറ്റി ആംഡ്, പിന്നെ ലോർഡ് ഓഫ് ദ സെൻസസ് ആൻഡ് കില്ലർ ഓഫ് ഡെമൺസ് എന്ന് പറയുന്ന 3 അഡ്ജക്റ്റീവ്സ് ആണ് അർജുനൻ ശ്രീകൃഷ്ണനെ വേണ്ടിയിട്ട്, ശ്രീകൃഷ്ണനെ വർണ്ണിക്കാനായിട്ട് അവിടെ ഉപയോഗിച്ചത്, അഭിസംബോധന ചെയ്യാനായിട്ട്. അത് വെറുതെ അല്ല ആ 3 വാക്കുകൾ ഉപയോഗിച്ചത്. അതായത് ശ്രീകൃഷ്ണനായിരിക്കുന്ന ആ ശക്തി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈറ്റി പവേർഡ്, ഫിസിക്കൽ പ്രോവസസ്, ആൻഡ് ഇറ്റ് ഈസ് ദ ലോർഡ് ഓഫ് ദ സെൻസസ്. ഇറ്റ് ഈസ് ദ പവർ that helps us to control our senses. It is the power that gives us the physical capabilities and strengths. It is that power within us that is giving us the power of the senses, and it is the killer of demons. It is that power which polishes our mind so that it gets in control of the negative capacities and throws it out. അങ്ങനെയുള്ള ശക്തികളുടെ, അതായത് ഇറ്റ് ഈസ് കേശിയെ മാതിരിയുള്ള അസുരന്മാരെ നിഗ്രഹിക്കാൻ ശക്തിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് കേപ്പബിലിറ്റീസിനെ കൊല്ലാൻ ശക്തിയുള്ളതായിട്ടുള്ള ശക്തി, എൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തി. ലോർഡ് ഓഫ് ദ സെൻസസ്, എൻ്റെ സെൻസസിനെ കൺട്രോൾ ചെയ്യും. ഇറ്റ് ഈസ് ദ ലോർഡ് ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് പവർഫുൾ ആസ് ടു കൺട്രോൾ ദ സെൻസസ്. ആ സെൻസസിനെ പിടിച്ച്, സെൻസസ് വലിച്ചഴിച്ചോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. കാരണം സെൻസസ് അല്ല അവിടെ റൂളർ. that power is the ruler, and therefore it is able to control the senses, and it is mighty armed. And ആ സെൻസസിൻ്റെ പുറകെ പോവാണ്ട് പിടിച്ചു നിർത്തി ശക്തിയോട് കൂടിയിട്ട്, വിൽ പവറോട് കൂടിയിട്ട്, സെൽഫ് പവർ ഉപയോഗിച്ച് ഡിസ്പാഷനേറ്റ് ആയിട്ട് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ശക്തിയും നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ 3 ശക്തികൾ ആയിട്ടുണ്ട്. അപ്പം തന്നെ ഇവിടെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസം, ത്യാഗം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആരോടെ ചോദിക്കണത്? ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ ചോദിക്കുന്നു. ആ ഏത് ശ്രീകൃഷ്ണൻ്റെ അടുത്ത്? മൈറ്റി ആംഡ്, ലോർഡ് ഓഫ് ദ സെൻസസ് ആൻഡ് കില്ലർ ഓഫ് ഡെമൺസ്. അതായത് മഹാബാഹു, ഋഷികേശ, കേശി, നിഷൂദന എന്ന് പറയുന്ന കൃഷ്ണനാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അനലിറ്റിക്കലി, ഇഫ് യു റിയലി ലുക്ക് അറ്റ് ഇറ്റ്, ദ സൊല്യൂഷൻ ഫോർ അവർ പ്രോബ്ലംസ്. And if you want to become a renunciate and a person rooted in sacrifice, വേണമെങ്കിൽ we need 3 qualities within us.
ആ 3 ക്വാളിറ്റീസ് ആയിട്ടുള്ള ആ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ, ആ ശക്തി നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്ക് എന്താണെന്ന് ബോധ്യപ്പെടുള്ളൂ. അതാണ് ഇവിടെ കാണിക്കുന്നത്. അർജുനന്റെ ചോദ്യം അതാണ്. എൻ്റെ മനസ്സ്, എൻ്റെ ഗ്രോസ് ഇൻ്റലക്ട് and mind is asking the subtle intellect within me, what is sannyasa and what is tyaga? And I can get that answer from my 3 strands of power. What is that? The mighty arms, the lord of the senses, the power of senses that can be lorded over, the power of the loading of the senses, and the power to kill the demons. ഇത് മൂന്നും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റണം. അപ്പം എനിക്ക് ഉത്തരം കിട്ടും. അതാണ് എൻ്റെ അർത്ഥം. കൃഷ്ണൻ ഉത്തരം പറയാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് വി റിയലി വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് എ സ്റ്റേറ്റ് വെർ വി വാണ്ട് ടു അറ്റൈൻ പെർഫെക്ഷൻ ആസ് ടോക്ഡ് അബൌട്ട് ഇൻ ദ പുരുഷോത്തമ യോഗ ത്രൂ ദ കർമ്മ ഭക്തി ജ്ഞാന പാത്സ്, then we need to be mighty armed, we need to lord over our senses, and we need to have the mental capacity to kill the demons that will take us back. ഇത് മൂന്നും വേണം. സോ മഹാബാഹു, ഋഷികേശ, കേശി, നിഷൂദന എന്ന ആ 3 പേരുകളും ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ അർജുനൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേദവ്യാസന്റെ ആ ഭാവനാശക്തിയാണ് അവിടെ കാണിക്കുന്നത്. ഇതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തികളെ കൊണ്ടാണ് ഇത് പറയിപ്പിക്കാൻ പോകുന്നത് എന്നർത്ഥം. ഓക്കെ, സോ ലെറ്റ് us try to look at that. So Krishna says renunciation is equal to giving up of selfish actions. സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് വയ്ക്കുക. അതാണ് സന്യാസം. അപ്പം സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമണ്ഡലവും കാവ്യവസ്ത്രവും ജടയാധാരിയും ഒക്കെ ആയിട്ട് വീടും കുടുംബവും ബന്ധുമിത്രാദികളെയും ഒക്കെ എല്ലാം വിട്ടെറിഞ്ഞ് ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഹിമാലയത്തിൽ പോയി ധ്യാനിച്ചിരിക്കാൻ പോകുന്ന ആ ഒരു പ്രവൃത്തി അല്ല സന്യാസം എന്ന് പറയുന്നത്. സന്യാസം ഈസ് ഗിവിങ് അപ്പ് ഓഫ് സെൽഫിഷ് ആക്ഷൻസ്. സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നതാണ് സന്യാസം. And what is sacrifice? Subtle difference. What is that? It is the giving up of selfish attachment. സ്വാർത്ഥമായിട്ടുള്ള എനിക്ക് എന്തിനോട്? To the results of those actions. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ോട് എനിക്ക് സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ ഇല്ലാണ്ടിരിക്കലാണ് സാക്രിഫൈസ്. ഇറ്റ് ഈസ് എ സട്ടിൽ ഡിഫറൻസ് ഓൺലി, ബട്ട് ദീസ് 2 ആർ തിങ്. കാരണം ചിലപ്പോൾ നമുക്ക് എല്ലാം റിനൻസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കാം, സെൽഫിഷ് ആക്ഷൻസ് ഒക്കെ എടുത്ത് കളയാം. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? അതും ആ ചെയ്തിട്ട് സന്യാസം നമ്മൾ ഇങ്ങനെ സന്യാസഭാവത്തോടു കൂടി ചെയ്യുന്നു. എല്ലാം സന്യാസഭാവം എന്ന് പറഞ്ഞാൽ വിതൗട്ട് എനി സെൽഫിഷ് ആക്ഷൻസ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അയ്യോ എന്നിട്ട് ഞാൻ അതൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്കിത് കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ വന്നാൽ അപ്പോൾ യു ഹാവ് നോട്ട്, ത്യാഗം അവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നർത്ഥം. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല സ്റ്റേജസിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാം ചെയ്യും, നമ്മൾ സ്വാർത്ഥ താല്പര്യം ഇല്ലാണ്ട് ചെയ്യും. പക്ഷെ അതെല്ലാം പിന്നീട് പൂത്ത് ഫലങ്ങളായിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് നമ്മൾ സങ്കടപ്പെടാൻ തുടങ്ങിയാൽ അപ്പോൾ സാക്രിഫൈസ് എന്ന് പറയുന്ന മനോഭാവം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ ഇത് രണ്ടും ആവശ്യമാണ്. ഇത് രണ്ടുമാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇത് ഒരെണ്ണം റിനൻസിയേഷൻ, സന്യാസിയായിട്ട് പ്രവർത്തിച്ചാൽ മാത്രം പോരാ, അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ അതിൽ നമ്മൾ കാക്ഷിച്ചിരിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാവാനും പാടില്ല. ഇത് രണ്ടും ഒത്തുചേരുമ്പോൾ that is when you combine these things together, renunciation and sacrifice എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇനി അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്രീകൃഷ്ണ says the knowledgeable talk of ഗിവിങ് അപ്പ് ഓഫ് സെൽഫിഷ് ആക്ഷൻസ് ആസ് റിനൻസിയേഷൻ. അതിപ്പോൾ ഞാൻ ഒന്നും കൂടെ ആ ഇക്വേഷൻ അവിടെ എഴുതിയത് ഒന്നും കൂടെ ഇതിൽ ശ്ലോകത്തിൽ പറഞ്ഞേക്കണത് അതേപടി വായിക്കുന്നു എന്ന് മാത്രം. സാക്രിഫൈസ് ഈസ് ദ ഗിവിങ് അപ്പ് ഓഫ് സെൽഫിഷ് അറ്റാച്ച്മെന്റ് ടു ദ റിസൾട്ട്സ് ഓഫ് ദി ആക്ഷൻസ്. സോ റിനൻസിയേഷൻ ഈസ് ഗിവിങ് അപ്പ് ഓഫ് സെൽഫിഷ് ആക്ഷൻസ്, സന്യാസ, ആൻഡ് സാക്രിഫൈസ് ഈസ് ദ ഗിവിങ് അപ്പ് ഓഫ് സെൽഫിഷ് അറ്റാച്ച്മെന്റ് ടു ദ റിസൾട്ട്സ് ഓഫ് ദി ആക്ഷൻസ്, ത്യാഗ മനോഭാവം ഓർ സാക്രിഫൈസ്. സം സേ ദാറ്റ് ഓൾ വർക്ക് ഇസ് ഫുൾ ഓഫ് ഫോൾസ്. എന്ത് തന്നെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താലും ഈ പറയുന്ന 2 സംഗതികളെ മുഴുവനും നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പറയും ചില ആൾക്കാർ. അപ്പോൾ കൃഷ്ണൻ പറയണതാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ബട്ട് അതേഴ്സ് ഒപ്പൈൻ ദാറ്റ് സാക്രിഫൈസ്, ചാരിറ്റി ആൻഡ് ഓസ്റ്ററിറ്റി ഷുഡ് നോട്ട് ബി ഗിവൺ അപ്പ്. ചിലവർ പറയുന്ന അങ്ങനെ, ചിലവർ പറയണം നമ്മൾ ഇതേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം, ഒന്നും ചെയ്യേണ്ട, കാരണം എന്ത് ചെയ്താലും അതിൽ ത്യാഗം അല്ലെങ്കിൽ റിനൻസിയേഷൻ, സന്യാസഭാവം മുഴുവൻ കൊണ്ടുവരാൻ സാധിക്കില്ല, അതിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ചിലവർ പറയണു അങ്ങനെയല്ല, നമുക്ക് സാക്രിഫൈസസ് യജ്ഞങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. അതായത് പിതൃയജ്ഞം, അങ്ങനെയുള്ള പല യജ്ഞങ്ങളൊക്കെ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ കേട്ടിരുന്നു. അതിലേക്ക് ഞാൻ വിൽ കം ടു ദാറ്റ്. ചാരിറ്റി,
മറ്റുള്ളവരെ സഹായിക്കുക, ആൻഡ് ഓസ്റ്ററിറ്റി, നമ്മൾ ചെയ്യുന്ന വർഷിപ്പ്, അത് ദാറ്റ് ഷുഡ് നോട്ട് ബി ഗിവൺ അപ്പ് എന്ന് ചിലവർ പറയുന്നു. ദർ ആർ 3 types ഓഫ് ഗിവിങ് അപ്പ്. അപ്പോൾ 3 തരത്തിലാണ് നമുക്ക് ഈ ത്യാഗമനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ബേസ്ഡ് ഓൺ 3 ഗുണാസ്. സാത്വികായിട്ടും രാജസികായിട്ടും താമസികമായിട്ടുള്ള ത്യാഗങ്ങൾ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. സർവീസ് അല്ലെങ്കിൽ വർഷിപ്പ്, ചാരിറ്റി ആൻഡ് ഓസ്റ്ററിറ്റി ഷുഡ് നോട്ട് ബി ഗിവൺ അപ്പ്. ദിസ് ഈസ് ദ അഡ്വൈസ്. ദേ ആർ നെസസറി ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ മൈൻഡ്. ഇത് ചെയ്യണം. അതിൽ സ്വാർത്ഥത ഇനീഷ്യലിലേക്ക് ഉണ്ടെങ്കിലും ചെയ്ത് സ്വാർത്ഥതയെ മാറ്റിയെടുക്കാൻ സാധിക്കും. ബട്ട് ദീസ് വർക്ക്സ് ഷുഡ് ബി പെർഫോംഡ് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് ടു ദ റിസൾട്ട്സ്. അപ്പോൾ ഫലം എന്താണ് എന്ന് നോക്കാണ്ട് അതിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് പ്രസാദഭാവത്തോടുകൂടി അനുഭവിക്കുവാനായിട്ടുള്ള മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. ദിസ് ഇസ് മൈ ഡെഫിനിറ്റ് അഡ്വൈസ്. ഇതാണ് എൻ്റെ ഡെഫിനിറ്റ് അഡ്വൈസ് അർജുന, കൃഷ്ണൻ. അപ്പോൾ നമ്മൾ ദിസ് ഈസ് വാട്ട് വി ഷുഡ് ടേക്ക്. ദിസ് ഈസ് ദ ഡെഫിനിറ്റ് അഡ്വൈസ്. അതാണ് അവിടെ പറയുന്നത്. വളരെ and this is what I have to tell you. The whole of Bhagavad-Gita is now turned into this kind of definite advices in this 18th chapter. Okay. So give up your mental attitude. The mental attitude of selfishness, and attachment to the results of the actions. Renunciation is not giving up all actions. എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്നും ചെയ്യാണ്ടിരിക്കലല്ല renunciation. So basically that is the fundamental thing that we need to understand. അപ്പോൾ ആക്ഷൻസ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല വിധത്തിലുണ്ട്. ഇതൊക്കെ നമ്മൾ 3ാമത്തെ അധ്യായത്തിലും 4ാമത്തെ അധ്യായത്തിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ റെഫറൻസസ് ആണിത്. ഇപ്പോൾ 18ാം അധ്യായത്തിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു എന്നുള്ളതാണത്. അപ്പോൾ മുഴുവൻ 18ാം അധ്യായം മാത്രം ഭഗവത്ഗീതയുടെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഇതായിട്ട് എക്സ്പോസിഷൻ ആയിട്ട് വരും. ഓക്കെ. ആർക്കെങ്കിലും എന്താ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടോ അവിടെ ചാറ്റിൽ? ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഐ ഹോപ്പ് എവരിബഡി ഈസ് ഏബിൾ ടു ഹിയർ, അല്ലേ? റൈറ്റ്? നോ പ്രോബ്ലം. റൈറ്റ്. ഓക്കെ. സോ ആക്ഷൻസ്, കർമ്മം പല വിധത്തിലാണ്. 5 വിധത്തിലായിരിക്കാം. ഒന്ന് ഡ്യൂട്ടീസ്, സെൽഫിഷ്, പ്രൊഹിബിറ്റഡ് ആക്ഷൻസ്, കോമ്പൻസേറ്ററി ആക്ഷൻസ് ആൻഡ് കണ്ടംപ്ലേറ്റീവ് ആക്ഷൻസ്. അങ്ങനെ 5 വിധത്തിൽ നമുക്ക് ആക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിയതകർമ്മം, കാമ്യകർമ്മം, നിഷിദ്ധ കർമ്മം, പ്രായശ്ചിത്ത കർമ്മം ആൻഡ് ഉപാസന. അങ്ങനെ 5 വിധത്തിലാണ്. നിയതകർമ്മം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ വർക്ക് എൻജോയിങ് ദ ഡ്യൂട്ടീസ്, ദ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് യു ഹാവ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് യുവർ ലൈഫ്, ആൻഡ് ഇറ്റ് കംസ് അൺആസ്ക്ഡ്. നമ്മൾ ചോദിക്കാണ്ട് തന്നെ കിട്ടുന്നതാണ് പലതും. ആൻഡ് യു ഹാവ് ടു ഡു ഇറ്റ്. ദാറ്റ് ഈസ് നമ്മൾ 3ാമത്തെ അധ്യായത്തിൽ കണ്ടതാണത്. And it is, things that are legally bound, and different stages of life. You have different responsibilities in different positions, in different capacities, at the workplace, at home, everywhere. ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വരും. അതൊക്കെ ചെയ്യണം. ദാറ്റ് ഈസ് നിയതമായിട്ടുള്ള കർമ്മങ്ങളാണ്. പിന്നെ കാമ്യകർമ്മം, that is, there are the other types of actions which are selfish work that is aimed to achieve own goals. നമ്മുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സെൽഫിഷ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അതിനെ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു. പിന്നെ നിഷിദ്ധ കർമ്മം, നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ, that is which is prohibited, that illegal and immoral, unethical ആയിട്ടുള്ള മറ്റേ ആക്ഷൻസിനെയാണ് നിഷിദ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി പ്രൊഹിബിറ്റഡ് ബൈ സൊസൈറ്റി, ഓർ പ്രൊഹിബിറ്റഡ് ബൈ ഗവൺമെൻറ്, ഓർ പ്രൊഹിബിറ്റഡ് ബൈ സ്ക്രിപ്ചേഴ്സ്. ഇറ്റ് കുഡ് ബി എനി ഓഫ് ദോസ് തിങ്സ്. In a particular land, a particular nation, particular region, avidekka there are certain prohibited actions that they have defined, and we have to follow that, and that is karma. കർമ്മയോഗിയായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത്. പിന്നെ പ്രായശ്ചിത്ത കർമ്മം. പിന്നെ നമ്മൾ ചിലപ്പോൾ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് കോമ്പൻസേറ്ററി ആയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ആക്ഷൻസ്, ദാറ്റ് ഈസ് ദി പ്രായശ്ചിത്ത കർമ്മം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദർ ഈസ് ദ കണ്ടംപ്ലേറ്റീവ് ആക്ഷൻസ് വിച്ച് ആർ ദ ഉപാസന. കണ്ടംപ്ലേറ്റീവ് ആക്ഷൻസ് ആർ flights of meditative endeavors. About that is basically mental actions or contemplation, and which results in the fine tuning of your mind, so that your inner strength, the mental strength gets enhanced. It could be equanimity of mind, it could be intellectual poise, mental, emotional as well as rational enhancement of your mind. അതിനു വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള contemplative activities are called as upasana എന്ന് പറയും. അതാണ് ഉപാസന ചെയ്യണം. ദാറ്റ് കൈൻഡ് ഓഫ് സാധനകൾ, പല വിധത്തിലുള്ള സാധനങ്ങളൊക്കെ അതിൽ പെടുന്നതാണ്. സോ these are the 5 type of actions that are enjoined that are described in the scriptures, and we have to follow these niyata karma,
കോമ്പൻസേറ്ററി ആക്ഷൻസ് ആൻഡ് കണ്ടംപ്ലേറ്റീവ് ആക്ഷൻസ് ആൻഡ് ട്രൈ ടു ആൻഡ് അവോയ്ഡ് സെൽഫിഷ് ആൻഡ് പ്രൊഹിബിറ്റഡ് ആക്ഷൻ. ഇതിൽ ഈ സെൽഫിഷ് കാമ്യമായിട്ടുള്ളതും നിഷിദ്ധമായിട്ടുള്ളതുമാണ് എടുത്തു കളയേണ്ടത്. ബാക്കി എല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളിൽ തന്നെ പെടുന്നു. സോ യു ഹാവ് ടു ഡു ദീസ് വർക്ക്സ്. So there are similarly there are various aspects of life that gets affected by the service, the charity and the austerities that we do, and therefore it should not be given up. What are they? They are the adi devigamayittulla aspectuകൾ, and this is the divine unseen aspects of that guides our life. നമുക്ക് കാണാൻ സാധിക്കാത്തതായിട്ടുള്ള ശക്തികൾ. We do not have any control over them. ആൻഡ് വെതർ സീസൺസ് ആൻഡ് അതർ ഇഫക്ട്സ് അല്ലേ, നമ്മുടെ പല എർത്ത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അതിദൈവികമായിട്ടുള്ള കണ്ടീഷൻസ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള തപങ്ങളിൽപ്പെട്ടതാണ് അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ആസ്പെക്റ്റാണ്. നമുക്ക് പല ദുഃഖങ്ങൾ ഉണ്ടാവാം ഈ അതിദൈവികമായിട്ടുള്ളത്. അപ്പോൾ അത് തരണം ചെയ്യാനായിട്ടുള്ളൊരു ശക്തി നമുക്ക് ഉണ്ടാവണം. പിന്നെ ആദ്യ ഭൗതികം, ദിസ് ഈസ് ദ സോഷ്യൽ ആൻഡ് എൻവയറമെൻ്റൽ കണ്ടീഷൻ അറൗണ്ട് us, നമ്മളുടെ and where we are staying, it is based on that. The situations, things and beings, the environment, etc., that influence our lives. We have a varying but some influence. We have varying but some influence. ഇതൊക്കെ വേരിയിങ് ആയിട്ടുള്ള സംഗതികളായിരിക്കാം. ഓക്കെ, അതിലെന്താ മിസ്റ്റേക്ക് ഉണ്ട്, എഴുതിയേക്കുന്ന ടെക്സ്റ്റ് എഴുതിയത്. ബട്ട് ദേ ഡു ഇൻഫ്ലുവൻസസ്. ഫാമിലി, അവർ ജോബ്, അവർ ഫ്രണ്ട്സ്, അവർ മോഡ് ഓഫ് കൺവെയൻസ്, അങ്ങനെ പലതും എല്ലാ കാര്യങ്ങളെയും ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള ഒരു നമ്മളുടെ നിയർ സറൗണ്ടിങ്സ്, ആദിഭൗതികം ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് നമുക്കുണ്ടാവാം, നമ്മളുടെ ജീവിതത്തിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദുഃഖങ്ങളുണ്ടാവാം, സന്തോഷങ്ങളുണ്ടാവാം. അപ്പോൾ അത് തരണം ചെയ്യാനായിട്ടുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ആൻഡ് ആധ്യാത്മികമായിട്ടുള്ളത്, this is related to our development of the BMI. അതിനാണ് ഉപാസനകൾ വേണം എന്ന് പറയുന്നത്. ആധ്യാത്മികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ഉപാസനകൾ ആവശ്യമാണ്. വി ക്യാൻ ട്രെയിൻ ടു ലേൺ ആൻഡ് ടു എക്സ്പീരിയൻസ് കൺട്രോൾ ഓവർ ദീസ്. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിനാണ് യജ്ഞ, ദാന, തപം, ചാരിറ്റി, ഓസ്റ്ററിറ്റി ആൻഡ് വർഷിപ്പ്. അതെന്ന് പറയുന്ന യജ്ഞ, വർഷിപ്പ്, ദാന, ചാരിറ്റി ആൻഡ് തപ, ഓസ്റ്ററിറ്റി കവേഴ്സ് ദീസ് 3 ആസ്പെക്ട്സ് എബവ്. ഇത് മൂന്നും നമ്മൾ ഈ പറയുന്ന ദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള സംഗതികളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ആസ് വെൽ ആസ് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ്, ദേവർണ, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനും ഇത് ഉപയോഗിക്കണം ഈ പ്രവർത്തനങ്ങൾ. ദാനാസ് ആർ എയിംഡ് അറ്റ് സോഷ്യൽ ഹാർമണി ആൻഡ് ഇൻഡപ്റ്റഡ്നെസ് ടു ഫെലോ ബീയിങ്സ്. നൃഗണ, അത് ഭൂതയജ്ഞം, നൃയജ്ഞം, ഇതിലൊക്കെ പെടുന്നതാണത്. ആൻഡ് തപസ് ടു എക്സസൈസ് കൺട്രോൾ ഓവർ BMI, ഉപാസനകൾ, ആൻഡ് ഹെൽപ്പ് ടു ഇൻറ്റഗ്രേറ്റ് ദം. അപ്പോൾ ഇതിന് വി ഹാവ് സീൻ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് ഹെൽപ്പ് അസ്. ഇത് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ റെഫറൻസാണ് ഇവിടെ വരുന്നത്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് ആർ ദ ഫണ്ടമെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് ആർ ഭാവങ്ങൾ ഗീതയിൽ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇറ്റ് ഈസ് അബൌട്ട് യജ്ഞ, ത്യാഗ, സമർപ്പണ ആൻഡ് പ്രസാദഭാവാസ്. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ 3-ാമത്തെ അധ്യായത്തിൽ കണ്ടിരുന്നു. യജ്ഞം, ത്യാഗം, സമർപ്പണം, പ്രസാദം, ആൻഡ് ഹൗ വി ക്യാൻ റിഫ്ലക്റ്റ് ദാറ്റ് ദീസ് ഭാവാസ് ഇൻ അവർ വർക്ക് പ്ലേസ്, ഫോർ എക്സാമ്പിൾ. അത് നമ്മൾ കണ്ടിരുന്നു അല്ല. അതിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പം ഞാനതിലേക്ക് കിടക്കുന്നില്ല, കാരണം ഇത് നമ്മൾ ഓൾറെഡി 3-ാമത്തെ അധ്യായത്തിൽ കവർ ചെയ്തതാണ്. That is this bhavas and the yajnabhavathinte details, tyagabhavathinte details, adinte workplace applications, പിന്നെ നമ്മളുടെ ഉപാസനകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉപാസനകൾ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അതിന് ബിൽഡ്, എസ്റ്റാബ്ലിഷ്, കൺസോളിഡേറ്റ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനിതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നു. സോ ദാറ്റ് മോസ്റ്റ് ഓഫ് യു ഹു ഹാവ് ബീൻ ഫോളോയിങ് മീ ത്രൂ ഓൾ ദിസ് 8 months വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് സ്ലൈറ്റ്ലി കണക്റ്റഡ് വിത്ത് ദീസ്. അറ്റ്ലീസ്റ്റ് അറ്റ് ദ മൊമെൻറ്റ് വിൽ നോ വി ആർ 18 അധ്യായത്തിൽ ഇതിനെല്ലാം തുന്നി പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ത്യാഗഭാവാസ് that we also saw, where Pidri Yajna, Nri Yajna, Bhuda Yajna, Deva Yajna and Brahma Yajna were discussed. The Panchamaha Yajnangal adile pattiyittu nammal aa chapteril discuss cheyukayayittu undayittundu alle. So the sense of gratitude and the type of sacrifices and the gratitudinal aspects that we bring about in our life. So that is basically, and the samarpana bhava ennu parayunna bhavam, the attitude and how do that is to be reflected in the workplace, and prasada bhava, the attitude of accept and move forward എന്ന് പറയുന്ന ഒരു പ്രസാദഭാവം. ഇതൊക്കെയാണ് അതിൽ നമ്മൾ കണ്ടത്.
And we also saw this gratitudinal aspect in detail. അപ്പോൾ ഇതിൽ കണ്ടത് തന്നെ അത് ദാറ്റ് അഗൈൻ ഇപ്പോൾ ത്രിയജ്ഞ, നൃയജ്ഞ, ഭൂതയജ്ഞ, ദേവയജ്ഞ ആൻഡ് ബ്രഹ്മയജ്ഞ എന്ന് പറയുന്ന 5 യജ്ഞങ്ങൾ, പഞ്ചമഹായജ്ഞങ്ങൾ. സോ കർമ്മയോഗത്തിൻ്റെ ആസ്പെക്റ്റുകളിലാണ് തുടങ്ങുന്നത്. റിനൗൺസിയേഷൻ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മളുടെ ഈ പറയുന്ന ത്യാഗമനോഭാവം നമ്മളെങ്ങനെയാണ് കൊണ്ടുവരിക, അതൊക്കെയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദർ ആർ 3 types of ത്യാഗ എന്ന് ഇവിടെ പറഞ്ഞു. കൃഷ്ണൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. 18:4 there are 3 types based on the 3 gunas. അപ്പോൾ what are they? They are അതിനെ പറ്റിയിട്ടാണ് ഇനി സംസാരിക്കുന്നത്. താമസിക, രാജസിക ആൻഡ് സാത്വിക ത്യാഗാസ്. 3 വിധത്തിൽ നമുക്ക് ത്യജിക്കാം, ത്യാഗമനോഭാവം കൊണ്ടുവരാൻ സാധിക്കും. And they are elaborated. എന്തൊക്കെയാണ്? ഗിവിംഗ് അപ്പ് വൺസ് ഡ്യൂട്ടി ഈസ് നോട്ട് പ്രോപ്പർ. ഗിവിംഗ് അപ്പ് വൺസ് ഡ്യൂട്ടി ത്യാഗമാണത്. നമ്മുടെ ഡ്യൂട്ടി എടുത്ത് കളയൽ അല്ലെ, അതും ത്യാഗഭാവത്തിൽ വരാം. ദി അബാൻഡൻമെന്റ് ഓഫ് ഓബ്ലിഗേറ്ററി ഡ്യൂട്ടീസ് ആൻഡ് വർക്ക് ഡ്യൂ ടു ഡെലൂഷൻ, ഇഗ്നറൻസ് എക്സെട്ര ഈസ് ഡിക്ലെയർഡ് ആസ് താമസിക ത്യാഗം. താമസികമായിട്ടുള്ള ത്യാഗമാണത്. പിന്നെ വൺ ഹു അബാൻഡൻസ് ഡ്യൂട്ടീസ് മിയർലി ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് or engages in sacrifices for the benefit of performing such sacrifices and yielding that results of it and enjoying it, that is rajasiga tyaga. Appo nammal we actually give up certain things because we can get something else. That is rajasiga tyaga. അതുപോലെ ഇഷ്ടമില്ലാത്ത ജോലികൾ, ബുദ്ധിമുട്ടുള്ള ജോലികൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് ദാറ്റ് ഈസ് രാജസികമായിട്ടുള്ള ത്യാഗമാണ്. ആൻഡ് ദെൻ ഓബ്ലിഗേറ്ററി വർക്ക് ദാറ്റ് ഈസ് പെർഫോംഡ് ആസ് ഡ്യൂട്ടി, renouncing selfish attachment to the fruits of those actions, is alone to be regarded as sattviga. അത് മാത്രമാണ് സാത്വികമായിട്ടുള്ളത്. ഓ അർജുന, so it is about abandonment of duty is tamas. Abandonment due to difficulty and abandonment for seeking results or enjoying results, rajasiga. And abandonment of selfishness, that is tyaga. 3 ഫ്ലേവറിലുള്ളത് സത്വ, രജസ് ആൻഡ് തമസ്, ത്യാഗമനോഭാവം. സോ താമസിക അഭ്യാസത്തിൻ്റെ ചില പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കുകയാണെങ്കിൽ, റണ്ണിങ് അവേ ഫ്രം ഡ്യൂട്ടീസ് ബിക്കോസ് ഓഫ് ലേസിനെസ്, ടിപ്പിക്കലി ലൈക്ക് ഗിവിംഗ് അപ്പ് ഓൺ ഹൗസ് ഹോൾഡ് ചോഴ്സ് എക്സെട്ര ഈസ് വൺ എക്സാമ്പിൾ. ബിക്കോസ് ഓഫ് അത് താമസികമായിട്ടുള്ള ത്യാഗമാണ്. റിനൗൺസിങ് വർക്ക് ബിക്കോസ് ദർ ഇസ് നോ വൺ ടു കൺട്രോൾ ആൻഡ് ചെക്ക് ഓൺ അക്കൗണ്ടബിലിറ്റി ഈസ് അനദർ. അപ്പോൾ മൈക്രോ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന മര്യാദയ്ക്ക് ചെയ്യാണ്ടിരിക്കുക, അതൊക്കെ ത്യാഗം. നമ്മൾ ത്യജിക്കുകയാണ് ചില സംഗതികൾ, അത് താമസികമായിട്ടുള്ള ത്യാഗങ്ങളാണ്. Typical case of such tyaga often seen at workplaces where non-thought powered workers are involved. Okay, then abandoning one's culture and value systems for the glamour of other systems that teenagers typically fall prey to, tyagam. And giving up of disciplines of the body, mind and intellect because there is no compulsion. ആരും പറയാനില്ലാത്ത കാരണം നമ്മൾ ഇല്ല, ആരെങ്കിലും മുമ്പ് ഇങ്ങനെ വടിയും കൊണ്ടിരുന്നാൽ മാത്രം ഉപാസന ചെയ്യും, അല്ലെങ്കിൽ ഉപാസിക്കില്ല. ദാറ്റ് ഈസ് ത്യാഗ, താമസിക ത്യാഗ. രാജസിക ത്യാഗ, മെഡിക്കൽ കണ്ടീഷൻ ഫോഴ്സിങ് സമ്മൺ ടു ക്വിറ്റ് സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ്. അത് രാജസികമായിട്ടുള്ള ത്യാഗമാണ്. അല്ലേ, ഇങ്ങനെ പുകവലിച്ച് അവസാനം അസുഖം വരുമ്പോൾ വേണ്ടാന്ന് വയ്ക്കുക, അത് ദാറ്റ് ഈസ് എ രാജസികമായിട്ടുള്ള ത്യാഗം. റിനൗൺസിങ് എ പാർട്ടി ടിക്കറ്റ് ഫോർ കോൺടെസ്റ്റിംഗ് ആൻ ഇലക്ഷൻ ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് ലൂസിങ്. അപ്പോൾ അത് കാരണം തോക്ക് നന്നായിട്ട് അറിയാം, അത് കാരണം എനിക്ക് സീറ്റ് വേണ്ട എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് രാജസിക ത്യാഗം. നോട്ട് വാണ്ടിങ് ടു മാരി ലെസ്റ്റ് ഇറ്റ് അഫക്ട്സ് ഫിസിക്കൽ അപ്പിയറൻസ്. അപ്പോൾ ചിലർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ കുട്ടികൾ വേണ്ടാന്ന് പറയും, ചിലവർ ത്യജിക്കുന്നു കുട്ടികൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ രാജസിക ത്യാഗങ്ങൾ. ചേഞ്ചിങ് റിലിജ്യൻ ടു ഗെയിൻ മോണിറ്ററി ബെനിഫിറ്റ്സ്, അതും രാജസികമായിട്ടുള്ള ത്യാഗത്തിൽ പെട്ടതാണ്. പിന്നെ then comes the sattviga tyaga, where അതിൻ്റെ examples are a soldier giving up his life on the battlefront to protect his nation. പരമോന്നതമായിട്ടുള്ള ത്യാഗമാണത്. Giving up a meal for feeding the hungry and the destitute. Sacrificing your time to help another, a needy student who is bad in studies, for example. Seeking the joys of the self, leaving behind the selfish impulses. സെൽഫിഷ് ആയിട്ടുള്ള ഇമ്പൾസ് അതിനൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ആത്മീയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് ഒരു ത്യാഗമാണത്.
ദാറ്റ് ഈസ് സാത്വിക് റെനൻസിയേഷൻ, ഐ മീൻ റെനൻസിയേഷൻ. ഓക്കെ, പിന്നെ a man of sattvic renunciation, pervaded by purity and intelligence, and with all doubts cleared, is, അതായത് ഇതൊക്കെ ഒരു സംശയവും ഇല്ലാണ്ട് ചെയ്യണം. സംശയത്തിലല്ല, എല്ലാം ക്ലിയർ, മനസ്സ് ക്ലിയർ ആണ് റെനൗൺസ് ചെയ്യുമ്പോൾ. ഐ എം ഷുവർ ഐ ഡു നോട്ട് റിഗ്രറ്റ് ദ പാസ്റ്റ്, ആൻഡ് ഐ എം നോട്ട് worried about the or anxious about my future. I am at the present sacrificing. I know why I am doing it. അങ്ങനെ. And with all doubts cleared, is not miserable in the disagreeable environments. അതുകൊണ്ടുണ്ടാവുന്ന ഡിസഗ്രിയബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിട്ടുള്ള മിസറബിൾ ആയിരിക്കില്ല. നോർ ഇസ് അറ്റാച്ച്ഡ് ടു അഗ്രിയബിൾ. അതുമാതിരി അഗ്രിയബിൾ ആയിട്ടുള്ള കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സന്തോഷവും ഇല്ല. അങ്ങനെയുള്ള ഒരു ഇക്വാനിമസ് ആൻഡ് ഇക്വിപ്പോയിസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കൊണ്ട് ആക്റ്റീവ് റിനൻസിയേഷൻ ചെയ്യുന്നവരാണ് സാത്വിക് റിനൻസിയേറ്റ്സ്. It is definitely not easy to abandon actions completely, but he who is able to abandon the selfish attachment to fruits of actions is said to be a tyagi. അപ്പോൾ ത്യാഗം, ഫലങ്ങൾ ഇച്ഛിക്കുക എന്ന് പറയുമ്പോൾ ഫലം പല വിധത്തിലുള്ള ഫലങ്ങളുണ്ട്. ഒന്ന് ഇഷ്ടഫലം, അനിഷ്ടഫലം, മിശ്രഫലം, അങ്ങനെ 3 വിധത്തിലുണ്ട് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഡിസയറബിൾ, അൺഡിസയറബിൾ ആൻഡ് മിക്സ്ഡ് ഫ്രൂട്ട്സ് ഓഫ് വർക്ക് അക്രൂ ടു ദ സെൽഫ് വെൻ ഇറ്റ് എക്സിറ്റ്സ്. അതായത് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, ആത്മശക്തി എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ പറയാറില്ലേ, നമ്മൾ ഇത് പല ചാപ്റ്റേഴ്സിലും കണ്ടിരുന്നു. ആത്മീയ ശക്തി എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മളുടെ ബോഡി, മൈൻഡ് ആൻഡ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ആയിട്ട് ഇങ്ങനെ നമ്മളിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ സെൽഫ് പുറത്തേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ, നമ്മളുടെ ചിന്തകൾ പ്രവർത്തനങ്ങളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് റിസൾട്ട്സ്. അതായത് ഡിസയറബിൾ ആവാം, അൺഡിസയറബിൾ ആവാം, ഓർ ഇറ്റ് ക്യാൻ ബി മിക്സ്ഡ്. 3 വിധത്തിലും ആവാം. ടു ദ വൺ ഹു ഈസ് നോട്ട് എ റിനൻസിയേറ്റ്. അപ്പോൾ അത് റിനൻസിയേറ്റ് അല്ലാത്തവർക്കാണ് അങ്ങനെ വരുന്നത്. ഇത് ഇഷ്ടം, മറ്റേത് ഇഷ്ടമല്ല, ചിലത് മിക്സ്, ഓക്കെ സോ എന്നൊക്കെ പറയുന്ന കണ്ടീഷനിലേക്ക് അഭിപ്രായങ്ങൾ വരും ആ റിസൾട്ട് കിട്ടുമ്പോൾ. നെവർ ടു എ റിനൻസിയേറ്റ്. അത് സന്യാസിയായിട്ടുള്ള ഒരാൾക്ക്, ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന, അൺസെൽഫിഷ് ആയിട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ വിധത്തിലുള്ള ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ല. അത് എല്ലാം പ്രസാദഭാവത്തോടുകൂടി അനുഭവിക്കുന്ന ഒരു മാനസിക സ്ഥിതി. So one is able to recognize the inevitability of the presence of the disagreeable emotions. അതാണ് സാത്വികമായിട്ടുള്ള ത്യാഗത്തിൽ വരുമ്പോൾ. But is wise enough not to get involved. Likewise, one who is also wise enough to recognize the agreeable emotions like love, compassion and creative impulses, etc., but does not get entangled in the desire for the results thereof. അത് കൂടുതൽ എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയിൽ എഴുതിയിരിക്കുന്നത് മാത്രം. അതേപോലെ രാജസികം ആയിട്ടുള്ള വരുമ്പോൾ, when one is engaged in action, the results of the action is situated in the future. It is not desirable to worry about the future, but to focus fully in the present. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതായത് സാത്വികമായിട്ടുള്ള ത്യാഗം. അത് നമ്മൾ വി ആർ നോട്ട് worried about this, but we are happy about what you are doing. This is the secret of optimal gains. And complete abandonment of the fruits of all actions is possible only for such people who have realized the knowledge of the self. ആത്മാവ് എന്താണ് എന്നുള്ള ബോധമുള്ളവർക്ക് മാത്രമേ നമുക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കുള്ളൂ. പലപ്പോഴും നമ്മൾ ആത്മതത്വം എന്താണെന്നുള്ള ബോധത്തിൽ നിന്ന് തെറ്റിപ്പോകുമ്പോഴാണ് നമുക്ക് സംശയങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ദാറ്റ് ഡെസ്പോണ്ടൻസി വരുന്നത്, അർജുന വിഷാദം വരുന്നത്. അതിൽ നിന്ന് തരണം ചെയ്ത് നമ്മൾ മുകളിലേക്ക് കയറാൻ സാധിക്കുന്നത് when we are having this sattvic renunciation. അപ്പം നമുക്ക് പല ഡിസയറബിൾ, അൺഡിസയറബിൾ ആൻഡ് മിക്സ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസും റിസൾട്ട്സും ഒക്കെ കിട്ടിയെന്ന് വരും. പല നമ്മൾ നല്ലതായിട്ട് ചെയ്തു എന്ന് നല്ല ബോധ്യമുണ്ട്, പക്ഷെ അതിൻ്റെ ഫലം വന്നപ്പോൾ ഞാൻ വിചാരിച്ച മാതിരി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിൽ നിന്ന് നമ്മൾ വിഷണ്ണർ ആവാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് മുമ്പോട്ട് നമുക്ക് പോകാനായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ശക്തി നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നത്. So let us try out our understanding. Okay, let us just you can give it a try. A person resigns from his job out of fear of failure. What is it? Rajasic renunciation. Then abandoning one's culture for the glamour of another. That is tamasic renunciation. Okay, sorry. I will wait for some responses. Sorry. Something slightly different. A home for the indwelling jiva. What is the home for the indwelling jiva?
17 അധ്യായം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുമ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് മോശമാണ് കേട്ടോ. BMI അല്ലേ സ്വദേശി? അതെ, ഗ്രോസ് ബോഡി, റൈറ്റ് റൈറ്റ്, ഗ്രോസ് ബോഡി. ഓക്കെ ഓക്കെ ഓക്കെ. You saved me, Vidya. പാസ്സായി ഇത്ര നാൾ അറ്റൻഡ് ചെയ്തോണ്ട് കോഴ്സ്. An efficient and successful CEO decides to take superannuation, voluntary retirement, instead of an extension offered to him to allow younger blood to fulfill aspirations. Sattvic renunciation. Absolutely, sattvic renunciation. Very good. Okay, sattvic renunciation. You win a prestigious contract, beating much bigger competition, but have to reduce your fees and work on wafer thin margins. What kind of? Rajasika renunciation. Actually, it is ഇതിൽ റിസൾട്ടിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് മിശ്രബലമാണ്, മിശ്രബലം. കാരണം ഇവിടെ 2 ആസ്പെക്റ്റും വരുന്നത്, സാത്വികവും രാജസികവും വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് റിസൾട്ടും അങ്ങനെയായിരിക്കും. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അല്ലേ? യെസ്, ഐ മീൻ രണ്ടും ഉണ്ട് നമുക്ക്. വി നീഡ് സ്റ്റിൽ പ്രോഫിറ്റ്സ് ആൻഡ് വി വാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മളുടെ ആക്ഷനിൽ തന്നെ നമ്മളുടെ കോംപ്രമൈസസ് നടത്തിയിട്ടാണ് ചെയ്യുന്നത്. പ്യുവർ ഇതൊന്നും ചെയ്യുന്നില്ല. ഐ മീൻ നമുക്ക് ഒബ്വിയസ്ലി വി കനോട്ട് ഡു അല്ലേ? നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട് നമുക്കൊരു പ്രോജക്റ്റ് കോട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി ദ റിസൾട്ട്സ് ഓൾസോ വിൽ ബി മിക്സ്ഡ്. അപ്പം മിശ്രബലം. അപ്പം ഇത് പല ആസ്പെക്റ്റാണ്. അപ്പം നമ്മളുടെ ആക്ഷൻസിൻ്റെ കർമ്മബലത്തിൻ്റെ പല ആസ്പെക്ട്സിനെ പറ്റിയിട്ടും നമ്മളുടെ ആക്ഷൻസിൻ്റെ ആറ്റിറ്റ്യൂഡ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. We can think of so many such applications in daily life. In every situation, we will be able to evaluate these things. And then we have this mind of a karma yogi. That is basically what 18-ാം അധ്യായത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഗീതയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തത്വങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള കഴിവും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവണം. അപ്പോൾ അത് സമ്മറൈസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇവിടെ ഇനി കൂടുതൽ ഈ കർമ്മത്തിൻ്റെ ഘടനകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ പോവുകയാണ്. ദിസ് ഈസ് എ ഹൈലി അനലിറ്റിക്കൽ ആൻഡ് തിയററ്റിക്കൽ പ്രോസസ്. പക്ഷേ വി നീഡ് ടു കണക്ട് വിത്ത് ദാറ്റ്. സോ വി വിൽ നോ ദർ ഈസ് എ പോയിന്റ് that we gain from this. I will talk about that also. There are 5 factors in the accomplishment of any action. എന്ത് ജോലി ചെയ്യുമ്പോഴും 5 സംഗതികളാണ് അതിൽ ഉള്ളത്, ഫാക്ടേഴ്സ് ആണുള്ളത്. 13-ാമത്തെ ശ്ലോകം. ആൻഡ് 14-ാമത്തെ അതിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് I will explain. The seat, actor, organs, bio impulses and divinity are the 5 factors. Okay, what are they? ഈ 5 എന്തൊക്കെയാണ് അത് നമുക്ക് പറയാം. സീറ്റ് എന്ന് പറഞ്ഞാൽ അധിഷ്ഠാനം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എ സീറ്റ്. വാട്ട് ഈസ് ദാറ്റ്? ദ ഫിസിക്കൽ ബോഡി ഈസ് ദ സീറ്റ് ഓഫ് ഓൾ ദി ആക്ഷൻസ് ദാറ്റ് വി പെർഫോം അല്ലേ? നമ്മുടെ എല്ലാ ആക്ഷൻസിൻ്റെയും റൂട്ട് വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ ഫിസിക്കൽ ബോഡി. വിതൗട്ട് ദ ഫിസിക്കൽ ബോഡി ദർ ഇസ് നോ ആക്ഷൻ. സോ ഫിസിക്കൽ ബോഡി ഈസ് ദി അധിഷ്ഠാനം, ദ ബേസിസ് ഓർ ദ സീറ്റ്. നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങളും ശരീരം ഉണ്ടാവണം. പിന്നെ ജീവ, ദ വൺ ഹൂ ഈസ് ഇൻഡ്വെല്ലിംഗ് ഇൻ ദ BMI, ഇൻ ദ ഗ്രോസ് ബോഡി. He is the doer or the enjoyer or the karta. He is the doer, karta, the actor. ജീവനാണ്, ജീവൻ. ജീവ is what നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആത്മാ combined with the BMI and its qualities, സത്വരജസ്തമോ ഗുണങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിന്റെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു കമ്പൈൻഡ് യൂണിറ്റിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ഡുവർ, ദ കർത്ത. പിന്നെ then what else? ഇത് മാത്രം പോരാ. ഇതിനെ now the organs are the cause for the actions. Organs ഇല്ലെങ്കിലോ no. ഇപ്പൊ വെറും ഒരു ഫിസിക്കൽ ഒരു ball of flesh inside which there is a power and it is pulsating but no organs, nothing can be done. So the organs are the cause for all your actions. Karanam, the karanam for your actions. And the bio impulses that energize the body. Organs മാത്രം പോരാ, ഇതും ആത്മശക്തി മാത്രം പോരാ, ജീവനായിട്ടും ഇരിക്കുന്നത് മാത്രം പോരാ. അത് that has to be energized by the movement of vital layers. അപ്പം that or we can call it as the physiological capabilities that we need that to energize the body. That physiological power inside is called as the chesta. Chesta എന്നാണ് അതിന് പറയുന്നത്, ചേഷ്ട. ആൻഡ് ദി എലമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ. പിന്നെ ഇതെല്ലാം ഉണ്ട്. ഫോഴ്സസ് ഈ നേച്ചറിൽ പവേഴ്സ് ഒന്നും ഇല്ലെങ്കിലോ, യൂണിവേഴ്സൽ പവേഴ്സ് ഇല്ലെങ്കിലോ നത്തിങ്, വി ആർ നത്തിങ്. സോ ദൈവം, ദാറ്റ് ഈസ് ഡിവൈൻ പവേഴ്സ്, ആദിദൈവം.
അതാണ് ഈ അതായത് ഫോർ എക്സാമ്പിൾ I mean, we need oxygen, we need all those, the sunlight to transform everything into, your powers of nutrients and other things in proteins, energy, ATP, conversion processes. That process, we have seen that in 7th, 13th, 15th, 14th chapters, 13th and 7th, 8th chapters. So the elemental forces of nature, Devam, elemental forces, Devam, the phenomenal forces of the universe is called as the God. The physical visible representation of Brahman, Ishvara, that is Deva. And that is required, without which we will not function in this world. Our consciousness cannot be activated within us. So that is it. Let's look at it a little bit more in detail. Okay, just to show that how the jiva enshrined within this BMI, the Panchakoshas, sitting inside, and with the Sattva Rajas Tamo Gunas, tainting the BMI, we work in this world. You can, I hope you can see the laser pointer. So we have this jiva enshrined within this. Jeevanayittirikkunna Shakti. This ellam kooടി ചേർന്നതാണ് ജീവൻ എന്ന് പറയുന്നത്. Adhishtanam, the physical body, Annamaya Kosham. And then Annamaya Kosham, Pranamaya Kosham അതിൽ വരും. പിന്നെ അതിൻ്റെ ചില ആസ്പെക്റ്റുകളെ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ ഡയറക്റ്റ് ഇക്വേറ്റിൽ അതിലൊക്കെ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. സോ ലെറ്റ് us not look at that. So Adhishtanam is the physical body. That is the basis for all our action. Karta, the Jiva is the Karta, the power within us which enables the BMI and all the action, the Karmendriyas, Panchendriyas, everything. The Jiva, Karta, adana who is the doer or the enjoyer, doer and the enjoyer, everything. Karta nalla vaakana ubhayikkunnathu. Embodied self. And then comes the Karanam, the organs of knowledge, Jnanendriyangal, organs of action, Karmendriyangal, Andakarana, mind, intellect, ego, and Chitta. ഇതൊക്കെ കാരണങ്ങളാണ്, which makes us to do things, think and to act. And the cheshta, the prana, the bio impulses, cheshta, and devam, divinity in the universe, space, air, water, light and earth, പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ബ്രഹ്മം, ഈശ്വരനായിട്ട് വന്നിരിക്കുന്ന യൂണിവേഴ്സ്, പ്രപഞ്ചം, ആ പ്രപഞ്ചമാണത്, അത് ഫോഴ്സസ്. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ, ടേക്ക് ഹൗ വി സീ തിങ്സ്. കണ്ണുകൊണ്ട് നമ്മൾ എങ്ങനെ കാണുന്നു ഒന്ന് ആലോചിച്ച് നോക്കാം. ജസ്റ്റ് എന്താണ്, വാട്ട് ഈസ് ദി അധിഷ്ഠാനം ഫോർ സൈറ്റ്, ദ പവർ ഓഫ് സൈറ്റ്? The adhishtanam for the power of sight is the eye in the physical body. The eye becomes the adhishtanam, the organ. And karanama, adinde karanam endana, that is the organs of action, jnanendriyangal, that is the power of sight. That becomes the karanam. And of course, the self is the jiva, is the karta, And what is the enlivening? Then what happens? The physiological functions becomes the nerve impulses that enable this functioning is called the prana, and that is the cheshta. അതാണ് ചേഷ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാണൻ ചേഷ്ട എന്ന് പറയുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി ദ ലൈറ്റ്, ലൈറ്റ് ഇല്ലെങ്കിലോ, സൂര്യന്റെ വെളിച്ചമില്ല, ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. സോ സൂര്യശക്തി, സൂര്യന്റെ വെളിച്ചം എന്ന് പറയുന്ന ലൈറ്റ് എന്ന് പറയുന്ന സാധനം, ദാറ്റ് ഈസ് ദ ഫിനോമിനൽ പവർ ദാറ്റ് ഈസ് റിക്വയർഡ്. വിതൗട്ട് ദാറ്റ്, ഇഫ് എവറിഥിങ് എൽസ് ഇസ് ദർ, സ്റ്റിൽ യു കനോട്ട് സീ. വിതൗട്ട് ലൈറ്റ് യു കനോട്ട് സീ. അപ്പോൾ അതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ടേസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള രസന ഇന്ദ്രിയങ്ങളിലൂടെ ആസ്വദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന അധിഷ്ഠാനം, കർത്ത, കാരണം, ചേഷ്ട, ദൈവം എന്ന് പറയുന്ന 5 ഫാക്ടേഴ്സ് ഉണ്ടാവണം. 5 ഫാക്ടേഴ്സ്. ഈ 5 ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല, നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്ന ശക്തി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആണോ, ആത്മാവെന്ന ശക്തിയാണോ നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ പറയുന്ന സംഗതികളല്ല. ആത്മാവ് ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന സാധനമായിട്ട് ചേർന്ന് കൂടി ജീവൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആവുമ്പോൾ ആ ജീവനാണ് നമ്മൾ ഇതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതൊക്കെ. അപ്പം ആത്മാവിന് ഇതിൽ യാതൊരു പങ്കുമില്ല. ഈ ആത്മാവ് ഈസ് എ പവർ. That Atma, the power of the Atma is totally devoid of all these attachments. But then when it is entrapped within the physical body, ഒരു physical apparatusനെ enliven ചെയ്യുമ്പോൾ, just like the electricity, it takes on these other things and makes us act.
ഇത് അതിന് ഈ കാരണം ആ സംഗതികളാണ് ഇതിനെ നമ്മളുടെ ആക്ഷൻസിനെ ബാധിക്കുന്നതായിട്ടുള്ള ഈ 5 സംഗതികൾ. അതാണ് ഇവിടെ പറഞ്ഞത്. സോ ദീസ് ആർ ദ 5 causes of whatever action we perform in this world, whether right or wrong or by thought, word or deed. തെറ്റോ ശരിയോ എന്ത് തന്നെ ചെയ്താലും അതിന് ഈ 5 സംഗതികളാണ്. ആത്മാവല്ല അതിന് റെസ്പോൺസിബിൾ. ഇറ്റ് ഈസ് ഓൾ ദീസ് തിങ്സ്, അതർ തിങ്സ്. ദ കമ്പൈൻഡ് സത്വരജസ്തമോ ഗുണ BMI, the body, the organs, the bio impulses and the divine powers that we invoke. അതുകൊണ്ടാണ് നമ്മളിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. The agency therefore of the self, ആത്മാവാണ് ഞാൻ, ആത്മാവാണ് ഞാനാണ് പ്രവർത്തിക്കുന്നത്, ഇത് എൻ്റെ ചിന്തയാണ്, ഞാനാണ് ചിന്തിക്കുന്നത് എന്ന് പറയുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. ഇറ്റ് ഈസ് ആൻ ഇല്യൂഷൻ. അതല്ല ശരിക്കും എന്താ ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് അധിഷ്ഠാനം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബോഡി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ജീവ BMI, സത്വരജസ്തമോ ഗുണങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഓർഗൻസ് ഓഫ് ദി ആക്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ചേഷ്ട, പ്രാണവായുവിൻ്റെയൊക്കെ. നമ്മൾ എക്സസൈസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ അതിന് ഓൾ ദോസ് തിങ്സ് വിൽ നോട്ട്, മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് വിൽ നോട്ട് ബി പ്രോപ്പർലി ഫങ്ഷനിങ്, റെസ്പിറേറ്ററി ആക്ഷൻസ് എക്സെട്ര വിൽ ബി ഫോളിങ് ഷോർട്ട്. ആൻഡ് ദൈവം, നോ ലൈറ്റ്, യൂണിവേഴ്സൽ ഇല്ലെങ്കിൽ, പവറുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഈ യൂണിവേഴ്സൽ പവേഴ്സ് നമുക്ക് അതിന് വേണ്ട ആ ഇൻപുട്സ് തന്നിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ ദാറ്റ് ഈസ് ബേസിക്കലി അത് എന്ത് തന്നെ. അപ്പം നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ഇതിനനുസരിച്ചിട്ടിരിക്കും. ലൈറ്റ് കുറവാണെങ്കിൽ എന്താ പറ്റുക? നമ്മൾ കയറിനെ സർപ്പമാണെന്ന് തെറ്റിദ്ധരിക്കും അല്ലേ, ലൈറ്റ് പോരെങ്കിൽ. അതുപോലെ ബയോ ഇമ്പൾസസ് പോരെങ്കിൽ, നമുക്ക് മര്യാദയ്ക്കുള്ള ആരോഗ്യമില്ലെങ്കിൽ, നമ്മളുടെ ഉള്ളിലത്തെ പ്രവർത്തനങ്ങൾ, മെമ്മറി പവർ ഫോർ എക്സാമ്പിൾ വിൽ ബി, it will suffer. The power to infer knowledge ഉപയോഗിച്ചിട്ട് ഇൻഫറൻസസ് മെക്കാനിസം, ബയോ ഇമ്പൾസസ് ആണ്, ന്യൂറോൺസ് ഫയറിങ് വിതിൻ, സാധിക്കില്ല അല്ലേ? അവിടെ പ്രശ്നമാവും. അപ്പോൾ അവിടെ അതിൻ്റെ ക്വാളിറ്റിയാണത്. കാരണം ഓർഗൻസ് ഓഫ് ആക്ഷൻ, കണ്ണിൻ്റെ the nerve impulses from the eye to the brain center. നെർവ് വീക്ക്നെസ് ഉണ്ടെങ്കിലോ കണ്ണിന് കാഴ്ച കുറയും, അല്ലെങ്കിൽ കണ്ണിൻ്റെ കാറ്ററാക്ട് ഉണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച കുറയും. അത് അതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് സെൽഫിൻ്റെ പ്രോബ്ലം അല്ലത്. ആൻഡ് അബൌട്ട് ദി അപ്പോൾ ചേഷ്ട പറഞ്ഞു, കാരണം പറഞ്ഞു, കർത്ത, ജീവ, BMI പറഞ്ഞു, അധിഷ്ഠാനം, പിന്നെ അങ്ങനെ ഓരോന്നും നോക്കൂ. അതിൻ്റെ ആ പറയുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ സെൽഫ് ഈസ് നോട്ട് ഏബിൾ ടു ഡു ദ തിങ്സ് പ്രോപ്പർലി. തെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സെൽഫിനെ കുറ്റം പറയരുത്. നല്ലത് ചെയ്യണമെങ്കിലും ഒരു സെൽഫിന് യാതൊരു വിധത്തിലുള്ള പ്രൈസും ആവശ്യമില്ല. സെൽഫ് ഇസ് ഇമ്പാർഷ്യൽ. സോ ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു റിഫ്ലക്ട് ഓൺ. അതിനാണ് ഈ ഡീറ്റെയിൽസ് കൃഷ്ണൻ അവിടെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേദവ്യാസൻ ഭഗവത്ഗീതയിലൂടെ ഉപനിഷത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. സച്ച് ബീയിങ് ദ കേസ് ഫോർ ഓൾ ആക്ഷൻസ്, he who is untrained in the knowledge of the self looks at self as the agent. ഈ സെൽഫിനെ പറ്റി യാതൊരു ബോധവും ഇല്ലാത്ത ഒരാള് ഞാൻ മറ്റേതാണ് എന്നുള്ള ചിന്തയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. Realization of the non-agency of the self leads to absolution from the effect of all work. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ആത്മതത്വത്തിൻ്റെ ആ ഇമ്പാർഷ്യാലിറ്റിയെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് കർമ്മങ്ങളും അകർമ്മങ്ങളായിട്ട് മാറും. This is now being emphasized in the next stanza. One who is free from the notion of doership and whose intellect is not polluted by the desire to own the fruits of actions, neither slays nor is bound by the act of killing. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള നമ്മളുടെ എന്താ പറയുക പാപങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് ദാറ്റ് ഈസ് ആക്ഷൻ ഇൻ ആക്ഷൻ. നമ്മൾ നാലാമത്തെ അധ്യായത്തിൽ കേട്ടതാണ്. ഇഫ് യുവർ ആക്ഷൻസ് ആർ സെൽഫ്ലെസ് ആൻഡ് യു ആർ എവർ കണ്ടന്റ് വിത്ത് ദ ജോയ്സ് ഓഫ് ദ സെൽഫ് ഇൻ യുവർ മോട്ടിവേഷൻസ് ടു ആക്ട്, then you are considered inactive even when you are seen to be active. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അകർമ്മികളായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് ബൗണ്ട്. അകർമ്മിയാവുന്നതെന്ന് വെച്ചാൽ മിണ്ടാണ്ടിരിക്കലല്ല, നമ്മൾ കർമ്മബലവുമായിട്ട് ബന്ധം ഇല്ലാണ്ട്
താമര ഇതളിൽ ഏത് വിധത്തിലാണോ വെള്ളത്തിന്റെ കണിക കടക്കുന്നത് അതുമാതിരി. ലെറ്റ്സ് ലൈക്ക് ദ വാട്ടർ ഡ്രോപ്സ് ആണ് ലിലി ലീഫ്, ലോട്ടസ് ലീഫ്. യു വിൽ ബി ഡിസ്കണക്റ്റഡ് ഫ്രം ദാറ്റ്, ഫ്രം ദ റിസൾട്ട്സ് ഓഫ് ദി ആക്ഷൻസ്. റിസൾട്ട്സ് ഓഫ് ദി ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്താ പറയുക, നമുക്ക് ചില വർക്ക് ചെയ്തു അതിനുള്ള റിവാർഡ് കിട്ടി, അതിൽ എനിക്ക് അത് ബന്ധം, അങ്ങനെയല്ല. നമ്മൾ റിസൾട്ട്സ് ഉണ്ടാക്കുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പാപ പുണ്യങ്ങളിൽ നിന്ന് നമ്മൾ വിമുക്തമാവും എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. If your mind is free from selfish cravings and with self-control, renouncing all proprietorship, ownership of the results of your actions, പ്രവർത്തനങ്ങളിലോടുള്ള ഓണർഷിപ്പ് അല്ല, പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന ഫലത്തിൽ നിന്നുള്ള ഓണർഷിപ്പ്, അതിനോടുള്ള ഓണർഷിപ്പ്, അതാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത്. യു വിൽ നോട്ട് ഇൻകർ എനി സിൻസ് ഓഫ് ഒമിഷൻ ഓഫ് ആക്ഷൻ ഈവൻ വൈൽ പെർഫോമിംഗ് ഇറ്റ്. കണ്ടന്റ് വിത്ത് വാട്ട് എവർ യു ഗെയിൻ, പ്രസാദഭാവത്തോടുകൂടി, ബൈ യുവർ വിൽ, അൺഅഫക്റ്റഡ് ബൈ ദ പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്, പ്രസാദഭാവത്തോടുകൂടി എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റീസ് ആണ് അതൊക്കെ. ഫ്രീ ഫ്രം എൻവി, പ്രസാദഭാവത്തോടുകൂടി. അൺഡിസ്റ്റർബ്ഡ് ബൈ സക്സസ് ആൻഡ് ഫെയിലിയർ, പ്രസാദഭാവത്തോടുകൂടി. ഓൾദോ എൻഗേജ്ഡ് ഇൻ വർക്ക്, you as the seeker of perfection is not bound by the results of your actions. അങ്ങനെ അത് 4ാമത്തെ അധ്യായത്തിൻ്റെ ഞാൻ ഒന്നും കൂടി വായിക്കുകയാണ്. For you who is devoid of selfishness, liberated from limiting thoughts, whose mind is established in the joy of the self, ആത്മതൃപ്തി, ആത്മനിർവൃതിയിൽ, and works for the service of others, മറ്റുള്ളവരുടെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട്, all limitations of actions will dissolve away. നമ്മൾ അങ്ങനെ നിസ്വാർത്ഥമായിട്ട്, സമചിത്തതയോടുകൂടിയിട്ട്, സന്തുലിതാവസ്ഥയോടുകൂടി, മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥയോടുകൂടിയിട്ട്, ഇക്വാനിറ്റി ഓഫ് മൈൻഡ്, സമചിത്തത, ഇക്വിപ്പോയിസ്, അതോടുകൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാണ്ട് പ്രവർത്തിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തിൽ നിന്ന് കിട്ടുന്ന പാപങ്ങളും പുണ്യങ്ങളും നമ്മളെ ഒരിക്കലും അലട്ടില്ല. ചാപ്റ്റർ 4. ഇനി അപ്പൊ ഇതാണ് വേദാന്തം പഠിപ്പിക്കുന്നത്. കർമ്മയോഗത്തിന്റെ എസൻസ് എന്ന് പറയുന്ന വേദാന്ത എസൻസ്, കർമ്മയോഗത്തിന്റെ എന്താണ് വേദാന്തം പഠിപ്പിക്കുന്നത്? കൃതാന്തമാണ് പഠിപ്പിക്കുന്നത്. കർമ്മത്തിന്റെ അന്ത്യം, ദ ഡെത്ത് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻലെസ് ഇൻ ആക്ഷൻ. കൃതാന്തം, വേദാന്തം ഈസ് നത്തിങ് ബട്ട് കൃതാന്തം. ഓക്കെ, ആ കൃതാന്തമാണ് നമ്മൾ കർമ്മയോഗത്തിലൂടെ കൊണ്ടുവരേണ്ടത്. വേദാന്തമായിട്ടുള്ള വേദാന്ത സിദ്ധാന്തങ്ങളെ കർമ്മത്തിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് കൃതാന്തമായിട്ട് മാറുന്നു. ഓക്കെ, സോ കഥോപനിഷത്തിൽ പറയുന്ന അത് 1.2:19 ഹന്ത ചെന്മയന്തേ ഹന്തും ഹദാസ് ചേന്മയന്തേ ഹതം. അപ്പൊ അത് what it is saying is the slayer who thinks slaying this, the body, and the slain who thinks it is slain, killer and the killed, both these do not know. ആത്മാവിന് അതൊന്നും അറിയില്ല. This slays not nor is slain. ഈ ആത്മാവിനെ ആത്മാവ് കൊല്ലുകയോ ചെയ്യുന്നില്ല, ആത്മാവ് കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല. 2ാമത്തെ അധ്യായത്തിലും ഒക്കെ ഇത് വർണ്ണിച്ചിട്ടുണ്ട്. സോ അത് കഥോപനിഷത്തിന്റെ എസൻസ് ആണത്. അങ്ങനെയാണ് നമ്മൾ ആ പറയുന്ന കൃതാന്തത്തിലേക്ക് എത്തുന്നത്, കൃതാന്തത്തിലേക്ക് എത്തുന്നത്. ആ ചാപ്റ്റർ 4 നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല വിധത്തിൽ. ദ ആക്ഷൻ, ഹൗ സെൽഫിഷ് ആക്ഷൻസ് വിത്ത് ദ നോളജ് ഓഫ് ദ സെൽഫ് ബിക്കം സെൽഫ്ലെസ് ആൻഡ് റൂട്ടഡ് ഇൻ ധർമ്മ. such actions, if it is not rooted in dharma, even if it is selfless, it is not rooted in dharma, it becomes forbidden action. And the types of actions were described: action plus attachment and aversion, attached action, action plus okay, I mean, if you'll solve, you can refer back to 4th chapter and you will see this definition of action and inaction, and therefore detachment in action becoming the wise action. അതാണ് നമ്മൾ 4ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടതാണ്. അതിന്റെ ചിത്രം ഞാൻ ഒന്നുകൂടെ കാണിച്ചു എന്ന് മാത്രം. So if your actions are selfless and we are ever content with the joys of the self in our motivations to act, then we are considered inactive, even when we are seen to be active in this world, and we do not get bound by the results of those actions, driven by global interests. അപ്പോൾ ഇത് നമ്മൾ
In the practical world, when we are existing, doing things, thoughts, thinking, ideation, and doing things in the world, connecting, interacting with the outside, the team, the organization, the customers, clients, etc., whatever. When we are engaged in an action like that, with global, driven by global interests, not personal interests, then that is when your actions become. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അത് പറയണതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെ 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 നിസ്വാർത്ഥമായിട്ടും ആത്മാർത്ഥമായിട്ടും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ബലത്തിൽ ഇച്ഛയില്ലാണ്ട് ബലത്തിൽ കാക്ഷിക്കാണ്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിത്ത് ഇക്വാനിമിറ്റി, ഇക്വിപ്പോയിസ്, ഡെക്സ്റ്ററിറ്റി ഓഫ് സ്കിൽസ് ആൻഡ് ദ പർപ്പസ്ഫുൾനെസ്, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തോൽവി സംഭവിച്ചാലും വി വിൽ നോട്ട് സഫർ ഫ്രം ഇറ്റ്. അതാണ് അതിൻ്റെ അർത്ഥം. പാപങ്ങളിൽ നമ്മൾ അനുഭവിക്കില്ല, പാപഫലങ്ങൾ. അതിൽ നമുക്ക് തോൽവി സംഭവിച്ചാലും വി വിൽ നോട്ട് ഫേസ് ഡിസാസ്റ്റർ, because that will be seen in the true light by anyone. If you are working under somebody, your boss will see that your attitudes were perfect, karma yogiyana, and therefore you will not suffer even if you fail. And those details we looked at, where we saw that the attached actions are things that get us attached to your body, mind, and intellect, cravings, results, envy, success, failure, and likes and dislikes, and that creates problems. When that is rooted out from our psyche, what is happening is we become detached, inactive. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതമായിട്ട് നമ്മുടെ പവർ ഓഫ് സെൽഫിനെ പുറത്തേക്ക് നമ്മൾ തള്ളിവിടുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റണം. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ എടുത്ത് സബ്ലിമേറ്റ് ചെയ്ത് കളയണം. അപ്പോഴാണ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ടാവുമ്പോൾ ഇറ്റ് ബിക്കം സെൽഫിഷ് ആക്ഷൻസ്. When the qualities of your mind, rajas and tamas, etc., will come out as the power of the self carrying it. But if it is not, then it is the sattvic joy, atma tripti, atma shakti aanu puratthekku variya. True self comes out in true actions, actionless action. Adana nammal paranjirikkunna, nammal padicha this ആത്മശക്തി നമ്മുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ വാസനകളെ കൊണ്ടാണ് പുറത്തു വരുന്നത്. ആ വാസനകളാണ് നമ്മൾ ട്യൂൺ ചെയ്യേണ്ടത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അത് ഇറ്റ്സ് ഓൾ ലൈക്ക് ദിസ്, when that power, anger, ignorance and love, compassion, etc. comes forward. ഇതൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. So that's how things work. ആത്മശക്തി നമ്മുടെ ഉള്ളിൽ നിന്നൂടെ പ്രവർത്തിച്ച് പുറത്തേക്ക് വരുമ്പോൾ എന്ത് കൊണ്ടുവരുന്നു പുറത്തേക്ക്? ആംഗ്രി, കമ്പാഷൻ, ഡെലൂഷൻ, etc. depending on the state of your mind. So the agency of the self is an illusion. അതാണ് ആത്മാവല്ല ഇതൊന്നും നമ്മുടെ മീഡിയത്തിന്റെ പ്രശ്നമാണ്. ആ മീഡിയത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. യൂസിങ് ദ പവർ ഓഫ് ദി ആത്മ, ഫോർ ദി ആത്മ, ബൈ ദി ആത്മ. നമ്മൾ ഡെമോക്രസിയെ പറ്റിയൊക്കെ പറഞ്ഞ പോലെ വി മസ്റ്റ് വർക്ക് ഫോർ ദി ആത്മ, ബൈ ദി ആത്മ, വിത്ത് ദി ആത്മ ചെയ്യണം. അതാണ്, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഇറ്റ് ഈസ്. അപ്പോഴാണ് കൃതാന്തന്മാരാവുന്നത്. സോ ഇനി നെക്സ്റ്റ് 18th ശ്ലോക. The knowledge, again another theoretical aspect, I will explain as much as possible. We will see how best we can understand that. The knowledge, the object known, and the knower are the threefold driving force, impetus. അപ്പൊ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടു 5 ആക്ഷൻ്റെ. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിയ ഒരു സാധനം, ഒരു സ്തൂപം കാണാൻ പോകുന്നു വിചാരിക്കുക. അപ്പൊ നമ്മൾ നേരെ ചെന്നപ്പോൾ കണ്ടു, സ്തൂപം കണ്ടു. അതാണ് 5 ഫാക്ടേഴ്സ്. അപ്പൊ ഇത് മുഴുവൻ മനസ്സിലായോ എന്ന് എനിക്കൊരു സംശയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു പെർസ്പെക്റ്റീവ് മാറ്റാൻ പോവുക. അപ്പൊ വേറൊരു ആംഗിളിൽ പോയി നിൽക്കാൻ പോവുകയാണ്. എന്നിട്ട് അവിടുന്ന് ദേ സ്തൂപത്തിനെ നമ്മൾ കാണാൻ പോവുക, കർമ്മത്തിനെ. അപ്പോ നോളജ്, ദ ഒബ്ജക്ട് നോൺ ആൻഡ് ദ നോവർ ആർ ദ threefold driving force to an action, impetus to the action. ഫാക്ടേഴ്സ് ഓഫ് ദി ആക്ഷൻ 5, ഇംപെറ്റസ് ഓഫ് ദി ആക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ആംഗിളിൽ കാണുമ്പോൾ 3 എന്തൊക്കെയാണ്? നോളജ്, ഒബ്ജക്ട്, ദ ഒബ്ജക്ട് നോൺ ആൻഡ് ദ നോവർ എന്ന് പറയുന്ന 3 സംഗതികളുണ്ട്. ഇനി അതിന്റെ കൂടെ 18 തന്നെ പറയുകയാണ്, പിന്നെ വേറൊരു പെർസ്പെക്റ്റീവ് അപ്പുറത്തുകൂടെ പോയി നോക്കി, 3ാമതൊരു ആംഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് ഈ ആക്ഷനെ പറ്റി കണ്ടപ്പോൾ ദ ഓർഗൻസ്, ദി ആക്ഷൻ ആൻഡ് ദ ഏജന്റ്സ് are or modes of nature, gunas are the 3 components of action. അപ്പോൾ impetus of an action, the components of an action and the factors of action ആദ്യം കണ്ടു. അതാണ് ഇങ്ങനെ 3 സംഗതികളാണ്. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നോളജ്, ജ്ഞാനം. അതിന് ഇംഗ്ലീഷിലുള്ള വാക്കുകളാണ് എന്നോട് ഉപയോഗിച്ചിരിക്കുന്നത്. ജ്ഞാനം എന്നാണ് ശ്ലോകത്തിൽ കാണുക. ജ്ഞാനം,
the knowledge. That's by which something is known. Of the object of pleasure or whatever, the object. This knowledge raises interest in your mind to an object and engage with it. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശക്തി, ആത്മശക്തി നമ്മുടെ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്റ്റ് കൂടെ പ്രവർത്തിക്കുമ്പോൾ 5 ഫാക്ടേഴ്സ് പറഞ്ഞത് മാറ്റി നിർത്തിയിട്ട് ഇനി വേറൊരു പെർസ്പെക്റ്റീവ് കൂടെ കാണുമ്പോൾ ആക്ഷൻ എങ്ങനെ വരണമെന്ന് നോക്കുകയാണ്. അതായത് ഒന്ന് നോളജാണ്. ഹൗ യുവർ നോളജ് ഈസ് സോ യുവർ ആക്ഷൻ. അങ്ങനെയായിരിക്കില്ലേ? നോളജിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രവർത്തനം. ആ നോളജാണ് ഇറ്റ് ഹെൽപ്സ് ടു റേസ് സം ഇൻട്രസ്റ്റ് ഇൻ ദ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഐസ്ക്രീം ഫോർ എക്സാമ്പിൾ, ഈ ഐസ്ക്രീം എന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ഐസ്ക്രീം എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ഈ ഐസ്ക്രീം കണ്ടാൽ നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ വരുമോ? അതിനോട് ഒരു ഇഷ്ടം തോന്നൽ ഒന്നും ഉണ്ടാവില്ല. കാരണം വി ഡോണ്ട് നോ വാട്ട് ഐസ്ക്രീം ഈസ്, ദെയർഫോർ വി വിൽ നോട്ട്. ബട്ട് ഇഫ് ഐസ്ക്രീം ഇഷ്ടമുള്ള ഒരാളുടെ മുമ്പിൽ ഐസ്ക്രീം കൊണ്ട് വെച്ചാലും ഇൻ നോ ടൈം ഇറ്റ് വിൽ ഡിസപ്പിയർ, ഹി വിൽ ആക്ട്. അപ്പൊ അത് ആക്ട് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് റിക്വയർഡ്? നോളജ് ഈസ് റിക്വയർഡ്. അല്ലെങ്കിൽ തീക്കുണ്ടം കൊണ്ട് വെച്ചു, അല്ലെങ്കിൽ ഒരു പഴുത്ത ഇരുമ്പ് കഷ്ണം കൊണ്ട് വെച്ചു. ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഫയർ ഇസ് ആൻഡ് വാട്ട് ഹീറ്റ് മീൻസ്, വി മേ ഹോൾഡ് ഇറ്റ്. അല്ല, പോയി പിടിച്ചു എന്ന് വരും, കൈകൊള്ളൂ. അപ്പം നേരെ മറിച്ച് ഇപ്പം അറിയാമെങ്കിലോ, ഇഫ് യു ഹാവ് ദ നോളജ് വി വിൽ നോട്ട് ടച്ച് ഇറ്റ്. അവർ ആക്ഷൻ ഇസ് കൺട്രോൾഡ് ബൈ നോളജ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഡ്രൈവിംഗ് ഫോഴ്സ്, the impulse for your action is knowledge. One of them is knowledge. Then the next is jnayam, the object, the actual object. Knowledge about the object and the actual object. Yes, you know what ice cream is, but the ice cream is not in your presence, in your visibility. Nothing. You will not act. You will not do anything. So the action, the ice cream has to be there, physically present. The object of pleasure, the presence of the object or its availability escalates your desire. നമ്മൾ ഐസ്ക്രീം കൊണ്ട് കാണിച്ചു തരുമ്പോഴാണ് വായിൽ വെള്ളം വരിക, അല്ലെങ്കിൽ വരില്ല അല്ലേ? ഐസ്ക്രീമിൻ്റെ അല്ലെങ്കിൽ ഐസ്ക്രീം എന്ന് പറയുന്നത് സംസാരിക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോഴും ഒബ്ജക്റ്റ് വന്നു അവിടെ ത്രൂ സൗണ്ട്. അപ്പം നമുക്ക് ഡിസയർ വരാൻ തുടങ്ങും. സോ ജ്ഞേയം, ദി ഒബ്ജക്ട്സ് ഓഫ് പ്ലഷർ. പരിജ്ഞാത ഈസ് ദ എക്സ്പീരിയൻസസ്, the knower of the experiences, the memories or impressions that bind the self as the knower. എന്ന് പറയുന്നത് ഇത് നമുക്ക് അറിയില്ലെങ്കിൽ, ഈ അനുഭവം ഇല്ലെങ്കിലോ എന്ന് പറയുന്ന ഒരു അനുഭവസ്ഥൻ എന്ന് പറയുന്ന ഒരു ശക്തി അകത്തുണ്ട്. ജീവനായിട്ടുണ്ട്. എക്സ്പീരിയൻസർ, എ പ്രോഡക്റ്റ് ഓഫ് ഇഗ്നോറൻസ്, ഹു പാർട്ടേക്സ് ഓഫ് ദ നേച്ചർ ഓഫ് ലിമിറ്റിംഗ് അഡ്ജൻസ്. എന്ന് വെച്ചാൽ ഹു പാർട്ടേക്സ് ഓഫ് ദി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോഡി മൈൻഡിൻ്റെ ഉപയോഗിച്ച് അതിനെ ആസ്വദിക്കാൻ, അതിൻ്റെ ലിമിറ്റേഷൻസ് ആസ്വദിക്കാൻ, ലിമിറ്റഡ് ആയിട്ടുള്ള ആസ്വാദന ശക്തിയൊക്കെ അനുഭവിപ്പിക്കാനായിട്ടുള്ള നമ്മളുടെ ഉള്ളിൽ നേരത്തെ 5 ഫാക്ടേഴ്സിൽ പറഞ്ഞ ജീവൻ എന്ന് പറയുന്ന ആ കർത്ത എന്ന് പറയുന്ന ആള്, അതാണ് പരിജ്ഞാത എന്ന് പറയുന്നത്. അതിനെ വേറൊരു വാക്കിൽ, അപ്പം ഇവിടെ ആ പെർസ്പെക്റ്റീവിൽ പരിജ്ഞാത എന്ന് പറയുന്നു. യുവർ ഇംപ്രഷൻസ് ക്രിയേറ്റ് ദ ഡിസയർ ടു ഹാവ് മോർ. ആ ഇംപ്രഷൻസ് ആണ് മെമ്മറീസ് ആൻഡ് എക്സ്പീരിയൻസസ് ആയിട്ട് കിടക്കുകയാണ്. അത് ജീവന്റെ ആസ്പെക്റ്റ് ആണ് മെമ്മറീസ് എന്ന് പറയുന്നത്. ജീവന്റെ പ്രോപ്പർട്ടിയാണ്, ജീവന്റെ ആസ്പെക്റ്റ് ആണ്, ജീവന്റെ ഭാഗമാണ് മെമ്മറി, എക്സ്പീരിയൻസസ്. സോ അത് വേണം. അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ അനുഭവിക്കുവാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാവുന്നുള്ളൂ മനസ്സിൻ്റെ ഉള്ളിൽ. ദി ആക്ഷൻ ബിക്കംസ് മോർ വെൻ യു ഹാവ് ദിസ് ഇംപെറ്റസ് ഓഫ് ദി പരിജ്ഞാത ഓൾസോ. അപ്പോൾ ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത, അങ്ങനെയാണ് 3 സംഗതികൾ. ദാറ്റ് ഈസ് ദ 3 ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ദീസ് ആക്ഷൻസ് ഓർ ദ ഇംപെറ്റസ് ഫോർ ദി ആക്ഷൻസ്. For an action to succeed, the following are therefore the constituent factors. എന്തൊക്കെയാണ്? ഒന്ന്, വിഷൻ, ജ്ഞാനശക്തി. നോളജ് വേണം അല്ലേ? അപ്പം ജ്ഞാനശക്തി ഉണ്ടാവണം നമുക്ക്. ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഡുവർ, കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ്, ജീവന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളാണ്. അത് എങ്ങനെ ഭാവങ്ങളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഭാവങ്ങളാക്കി നമുക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കുന്നു. ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഡുവർ, കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ്. നേച്ചർ ഓഫ് ദി അണ്ടർടേക്കിംഗ്, ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണ്? കർമ്മം. ബുദ്ധിയുടെ കാഴ്ചപ്പാട്, ഇൻ്റലക്ട്. ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്, ധൃതി, അതായത് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ, ഇതൊക്കെ തരണം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു പെർസിസ്റ്റൻസ് ആൻഡ് കൺസിസ്റ്റൻസ് പവർ വിതിൻ us, the fortitude.
When these are right, ഇതെല്ലാം കറക്റ്റ് റൈറ്റ് കോമ്പിനേഷനിൽ റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ്, റൈറ്റ് മോട്ടിവേഷൻസ്, റൈറ്റ് ആപ്റ്റിറ്റ്യൂഡ്സ് nourished etc. when it is brought about, success, peace, lasting happiness are guaranteed. This leads to actionlessness and everlasting happiness. പ്രവർത്തിക്കുമ്പോഴും പ്രവർത്തിക്കാണ്ടിരിക്കുന്ന അവസ്ഥ, ആൻഡ് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പ്രസാദഭാവത്തിലാണ്. I will not get ruffled. I will not be agitated. I can. അപ്പോൾ ഇതൊക്കെ ഈ പെർഫെക്റ്റ് കണ്ടീഷൻസ് ഒക്കെ പെട്ടെന്ന് എത്താൻ സാധിക്കില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. റെഗുലർലി വി നീഡ് ടു പ്രാക്ടീസ് ദിസ് ഇൻ എവറി ആസ്പെക്ട്. അതിനാണ് കുറേ എക്സാമ്പിൾസ് നമ്മൾ കാണിച്ചു. ആൻഡ് I will give out some of this. We look at the causes, impetus and consolidation and next. കർമ്മ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളപ്പോൾ കണ്ടിരുന്നു. അത് ഞാൻ അത് ലിസ്റ്റ് ചെയ്യണം ഒന്നും കൂടി. അധിഷ്ഠാനം, ആക്ടർ, കാരണം, ചേഷ്ട, ദൈവം, ഒന്നും കൂടി സമ്മറൈസ് ചെയ്തു 5 സംഗതികൾ. കർമ്മ കാരണം എന്ന് പറയുന്നു. പിന്നെ കർമ്മചോദന, ദാറ്റ് ഈസ് ദ ഇമ്പറ്റസ് വിച്ച് യു ടോക്ക്ഡ് അബൌട്ട്, വിച്ച് ഈസ് നോളജ്, ഓബ്ജക്റ്റ് ആൻഡ് ദ നോവർ. ആൻഡ് ദെൻ വി ആൾ ദ കർമ്മ സംഗ്രഹ, ദാറ്റ് വിച്ച് കൺസോളിഡേറ്റ്സ്, വിച്ച് ഈസ് ദ ഓർഗൻ ആണ് ഇതിനെ കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. ഓർഗൻസ്, നമ്മുടെ ഓർഗൻസ് ആണ് ഈ ആക്ഷനെ ശരിക്കും പറയുന്നത്, ആക്ഷനാക്കി മാറ്റുന്നത്. The end, അതായത് റിസൾട്ട്, what is the result, what is the action, what is the goal, what is the results that we are looking at. അപ്പോൾ റിസൾട്ട്സ് അല്ല, ഗോൾ സെറ്റ് ചെയ്തിട്ട് പോകാനാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ആൻഡ് ദി ഏജന്റ് ഈസ് എ ഉപാധി ഇൻ വിച്ച് ദാറ്റ് കണ്ടീഷൻഡ് ബൈ ദ 3 natures, സത്വരജസ്തമോ ഗുണങ്ങൾ അനുഷ്ഠിതമായിട്ട് ജീവനെ കണ്ടീഷൻ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകൾ എന്നുള്ളത് ആ ആസ്പെക്റ്റുകളാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ഒരു ഒറ്റ പിക്ചറാണ് ഇവിടെ ഞാൻ ദിസ് ഐ വിൽ പോസ്റ്റ് ടുഡേ. So you can actually take a look at it and you can think about these various things that are happening inside our BMI when the self is blessing us without any partiality. The self is blessing us without any partiality and we are made to work. So what are the factors that are actually in operation? Think about that and then we will know that I am completely different from this. ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവാഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് സന്യാസം, റെനൻസിയേഷൻ. ഓക്കെ, അതിനോടുള്ള ഭ്രമം ഇല്ലാണ്ടാക്കി മാറ്റും നമുക്ക് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് എ ടൂൾ ആൻഡ് ഐ ക്യാൻ ചേഞ്ച് ദാറ്റ് ആൻഡ് ഐ വിൽ കീപ് ചേഞ്ചിങ് ദാറ്റ് ആൻഡ് ഐ വിൽ എക്സൽ, കീപ് ഓൺ എക്സലിങ്. ദാറ്റ് അതിലേക്ക് വരികയാണ്. കണ്ടംപ്ലേറ്റ് ഓൺ ദിസ് ആസ് യു എൻഗേജ് ഇൻ ഓൾ യുവർ ആക്ഷൻസ്, റെസ്പോൺസസ് ടു അതേഴ്സ് ആക്ഷൻസ്. നമ്മുടെ ആക്ഷൻസ് മാത്രമല്ല, മറ്റുള്ളവർ നമ്മുടെ അടുത്ത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ റെസ്പോൺസസ്, അതും ആക്ഷനാണ്. And you will soon start seeing the non-agency of the self. You will become free. You will be unlimited. You will be released from this bondage. Moksham namakku kittum. ഇത് നമുക്ക് we have to constantly think about it. We have to enjoy this and we have to see things in action. അപ്പോൾ നമ്മൾ അതെങ്ങനെ നമുക്ക്, ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യുക. കീപ് പ്രാക്ടീസിങ് ദിസ്. ഐ വിൽ കം ടു ദാറ്റ്. ആസ് ദ ഇൻസ്ട്രുമെന്റ്, ഐ ആം ദ ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സെൽഫ് എന്നുള്ള നമ്മൾ 4th കണ്ടതാണ്. പക്ഷെ ലെറ്റ് us look at that. Contemplate. How do we contemplate? I will give you some exercises. When you start getting angry, witness the anger. നമ്മൾ ദേഷ്യം വരുമ്പോൾ പിടിച്ച് നമ്മൾ ഉടനെ അടുത്ത് റിയാക്ട് ചെയ്യരുത്. think bring, എന്നിട്ട് just see, enjoy that anger within you, okay, as an entity. ആ സ്റ്റോർഡ് ഇംപ്രഷൻ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള എൻ്റെ ഇംപ്രഷൻസ്, എൻ്റെ തോട്ട്സ്, എൻ്റെ മെമ്മറീസ്, എൻ്റെ എക്സ്പീരിയൻസസ്, ദ ഫാക്ടേഴ്സ് ആൻഡ് ദ ഇമ്പറ്റസ് ഇസ് കമ്മിങ് സർജിങ് അപ്പ്. എൻ്റെ ഇമ്പറ്റസ് ഉള്ളിൽ നിന്ന് വരികയാണ്, സെൽഫല്ല, എൻ്റെ ഇമ്പറ്റസസ് ആണ് പുറത്തേക്ക് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസോളിഡേറ്റിംഗ് ദാറ്റ് ഇൻ ടു ആൻ ആക്ഷൻ വിച്ച് ഈസ് അബൌട്ട് മേ ബി സ്ലാപ്പിംഗ് ദി അതർ ഫെല്ലോ. അതാണെന്നുള്ള നമ്മളെ സ്ലാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക. But not as I am angry. Janalla, I am not angry. It is my karma chodana, karma sangraha, karma karanaha. അതാണ് അതിങ്ങനെ നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ നമ്മൾ കാണാൻ ശ്രമിക്കുക. This will help subside the anger and the rage that would build up, destroying your peace. Practice this regularly. ഈ ഇമോഷൻസ് വരുമ്പോൾ. Then contemplate. When you are frustrated about not getting something right, അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവണില്ല, അപ്പോൾ ഫ്രസ്ട്രേഷൻ, എന്നിട്ട് ആകപ്പാടെല്ലാം വലിച്ചെറിയ, അതിലേക്ക് പോകരുത്. വിറ്റ്നസ് ദ ഫ്രസ്ട്രേഷൻ ആസ് എ റിയാക്ഷൻ ഓഫ് ദ stored impressions, your expertise that is becoming the impetus for your actions, the qualities of your mind and the memories, but not as I am frustrated. This will put
reason for the frustration in the true perspective. ആ ഫ്രസ്ട്രേഷൻ എന്തുകൊണ്ടുണ്ടാവണു എന്ന് ആത്മതത്വം നമുക്ക് നമ്മുടെ ആത്മതത്വം വേറൊരു ഡിസിഷൻ മേക്കറായിട്ട് അവിടെ എൻ്റെ മനസ്സിനെ പ്രവർത്തിപ്പിച്ച് ആ മനസ്സിൽ നിന്ന് വേറൊരു സ്ട്രീക്ക് ഓഫ് ഡിസിഷൻ വരും. ആ ഫ്രസ്ട്രേഷൻ പാടില്ല എന്ന് പറഞ്ഞു തരുന്നതായിട്ടുള്ള ഒരു അഡ്വൈസ് അത് നമ്മളെ എത്തിച്ചേരും അതിലേക്ക്. enabling you to rectify the situation. അപ്പോൾ എന്താണ് അത് ചെയ്യേണ്ടത്? മേ ബി ഇറ്റ് ഈസ് നോളജ് ഡെഫിസിറ്റ്സ്. സോ യു വിൽ ട്രൈ ടു ഫിൽ ദ ഗ്യാപ്സ്, നോളജ് ഡെഫിസിറ്റ്സ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ contemplate, another contemplation point. When you start getting elated, ഭയങ്കര സന്തോഷമാണ്, എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ കിട്ടി, അപ്പോൾ ഭയങ്കര സന്തോഷം, എന്നിട്ട് ഒരു ബോധമില്ലാണ്ട് പ്രവർത്തിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ കുട്ടികളെ പറ്റി പറയാണ്ട്, പരീക്ഷ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നാളെ, ഇന്നത്തെ വലിയ ടഫ് പരീക്ഷ അത് കഴിഞ്ഞു, നാളെ പരീക്ഷ ഉണ്ട്, പക്ഷേ ഇന്നത്തെ ടഫ് പരീക്ഷ കഴിഞ്ഞതോടുകൂടി എല്ലാം മറന്നു, നാളത്തെ പരീക്ഷയൊക്കെ മറന്നു, പിന്നെ അങ്ങോട്ട് ലേറ്റ് അടിച്ച് പൊളിക്കാൻ നോക്കാം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ മനസ്സിൻ്റെ. On achieving success, witness the elation as a response of the impressions and memories stored in within us, but not as I am elated, delighted. This will prevent you from being overjoyful or arrogant with success. അപ്പോൾ arrogance, overjoy കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. Or contemplate, when you start feeling that the task you are doing is not shaping up the way it should be. ചെയ്യുന്നത് അങ്ങോട്ട് വേണ്ട വിധത്തിൽ ചെയ്ത് കംപ്ലീറ്റ് ആവുന്നുണ്ട്, പക്ഷെ അത് ഞാൻ പ്രതീക്ഷിച്ച ഫലങ്ങൾ കിട്ടുന്നില്ല. Witness the result as a product of your mental and physical output based on what knowledge and impressions are stored in the mind and the skill level of your body, but not as I am failing. എൻ്റെ ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റിൻ്റെ കേപ്പബിലിറ്റീസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഉപാസന കൂട്ടണം എന്നുള്ള ബോധത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ വർഷിപ്പ്, അപ്പോൾ what something, maybe I have to do renunciation, tyagam, something else, and do more effort into this, so I'll give up something, other things. അങ്ങനെയൊക്കെയുള്ള ആ ഡിസിഷൻ, ത്യാഗമനോഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സാധിക്കണം, സാത്വികമായിട്ടുള്ള ത്യാഗത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കും. This will help arrive at the right means to overcome the limitations instead of falling prey to frustration and loss of hope. Contemplate again. When your well-wisher constructively criticizes you, be a witness to the criticism as being directed towards the quality of my BMI and not me, the self. ആത്മാവിനെ ഒരിക്കലും നമുക്ക് കൊല്ലാനോ, ആത്മാവ് കൊല്ലുകയോ ആത്മാവിനെ കൊല്ലാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ പിന്നെ നത്തിങ് ക്യാൻ ബി ഡൺ ടു ആത്മാവ്. സോ ഇറ്റ് ഈസ് ദ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ ലിമിറ്റേഷൻസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതോ വേറൊരാളല്ല. ഇപ്പൊ എൻ്റെ ബോസ് സംസാരിക്കുമ്പോൾ അതും ഞാൻ തന്നെയാണ് ആത്മാവ്. ആ ആത്മാവ്, എന്നിലുള്ള ആത്മാവിൻ്റെ അടുത്ത് ആ ആത്മാവിൻ്റെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിൻ്റെ എക്സ്പ്രഷൻസ് ഈ ആത്മാവിൻ്റെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിൻ്റെ കണ്ടീഷൻസിനോട് സംസാരിക്കുകയാണ് എന്നുള്ള ബോധം നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഐ ആം നോ ഗുഡ് എന്നുള്ള ഫീലിംഗ് അപ്പോൾ പോകും. This will help you not to respond to well-meaning criticism in anger or frustration, but will help you to necessarily step up to your activities to improve your knowledge and skill sets. Again, when someone criticizes you in a negative manner, in a very spiteful manner, and when it is directed at you without the other person knowing anything about you, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, അങ്ങനെ എന്നിട്ടും എന്തൊക്കെയൊക്കെ വിളിച്ച് പറയാം, ഓക്കെ, or just for the sake of criticizing, വെറുതെ നമ്മുടെ ഒപ്പോസിഷൻ ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്ന മാതിരി. Witness the incident as if you are a third party and not respond impulsively in anger or irritation. This will help you not only in not getting agitated, but also in deflating the intentions of the other person. മറ്റേ ആളുടെ കാറ്റും നമുക്ക് കളയാൻ പറ്റും അതോടുകൂടി നമ്മളുടെ റിയാക്ഷൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. You will also be able to see the impressions in the other BMI, making comments on your BMI again, whereas the two individual selves remain neutral and unaffected. That is what that self, Atma Tattvathinte unique, what you call seamlessness, is basically what you are appreciating now, not the different BMIs. This will also help you expand your vision. So in our normal existence, forgetful of the non-agency of the self, what we do is we take full control. Ego takes full control.
making me and mine to be the fulcrum, and therefore giving up the experience that we often find ourselves in. അല്ലേ, നമ്മൾ ഉള്ള ഫ്രസ്ട്രേഷൻസും അജിറ്റേഷൻസും ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഡെസ്പോണ്ടൻസിയിലേക്ക് നമ്മൾ വരുന്നു, ഡിപ്രഷനിലേക്ക് വരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, എന്താ പറയുക, അതായത് സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ള ആ കുറേ ജലസി, എൻവി, പ്രൈഡ്, പ്രജുഡിസസ്, അരഗൻസ്, ഹോപ്പ് ആൻഡ് ഡെസ്പയർ കണ്ടീഷൻ, കംഫർട്ട് സോണിലേക്ക് പോകാനായിട്ടുള്ള കണ്ടീഷൻ, anticipation and apprehension of difficulties, lack of confidence, and all those kinds of capabilities. Capability hindering things will come unto you and you suffer. Appo we are now going to look at the knowledge, action and agent. Anganeyanu. Pacha since we have reached the time limit for today, I am going to stop here at this point, because I know already so many things have been dealt with, and there is one more thing that I wanted to complete, but we will take it slowly. So I mean, most probably we will finish it not in three but we will take 4 weeks. Okay, 4 parts. So I am extending by one more part, because I know that we cannot cover much of the rest of the stuff also so fast. So I'm stopping here, and I will come to knowledge, action and the agent എന്ന് പറയുന്ന ആ ഒരു സെൽഫിൻ്റെ the reflection in the BMI. We will see in the next class with application, so that we will get an idea about how you can divorce yourself from the BMI, the self and the BMI, and then you act in this world in the perfect manner with renunciation and tyaga, so you reach perfection, and therefore break out of comfort zones. ലിമിറ്റ്ലെസ്നെസ്സിലേക്ക് പോകുന്ന മോക്ഷത്തിലേക്ക് പോകുന്നു. അതാണ് ഇവിടെ മോക്ഷ സന്യാസ യോഗ. ഈ റിനൻസിയേഷൻ ഉപയോഗിച്ച് ഞാൻ എങ്ങനെ മോക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഇവിടെ. അതാണ് ഗീത. സോ ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ബിഫോർ ഐ സ്റ്റോപ്പ്, let us hear again some sweet bhajans, and then we will with the prayer we will stop, and then we can have questions. चित्त चोरा यशोदा के बाल, नवनीत चोर गोपाल. 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 गोपाल गोपाल गोवर्धन कर गोपाल
पार ओ पार गोवर्धन धर चोरा यशोदा के बाल नवनीत चोर गोपाल चित चोरा यशोदा के बाल नवनीत चोर गोपाल चित चोरा यशोदा के बाल नवनीत चोर Kshetra is open for questions. നമസ്കാരം സാർ, ദീപാണ് പാലക്കാട്. Yes. Good evening. സാർ ദാറ്റ് എനിക്ക് ഞാൻ എല്ലാ സെഷനും പങ്കെടുക്കാൻ പറ്റാറില്ല സാർ, അത് നോട്ടീസ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം, മറ്റ് പല റെസ്പോൺസിബിലിറ്റീസ്. പക്ഷെ എങ്കിലും ഇടയ്ക്ക് സദ്യക്ക് വരുമ്പോൾ കിട്ടുന്ന ഓരോ പായസവും അത് ആസ്വദിക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന പ്രവൃത്തി. വളരെ വളരെ നോളജബിൾ ആണ്, വളരെ സയൻറ്റിഫിക് ആയിട്ട് സാർ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു എന്നുള്ളത് വളരെ കാര്യമാണ്. ഞാൻ സാറിന് അറിയാം, എനിക്ക് കുറച്ചൊരു ഇൻക്ലിനേഷനുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അവസരം കിട്ടുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചാടി വരുന്നത്. താങ്ക് യു. സോ ഇൻ നട്ട്ഷൽ നമ്മളിതൊരു ഇല്യൂഷനാണെന്നും ഇതിൻ്റെ പുറകെ കിടന്ന് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ചിന്തകളായിരുന്നു എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷെ സാറ് ഇത് കൂടുതലും സംസാരിച്ച് വന്നപ്പോൾ എന്തിനു നമ്മൾ കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്ന് പറയും എന്നൊരു തോട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു പക്ഷേ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു ഇതായിരിക്കാം, ഇതിന് പല ലെവലുകളും, ഈ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അതിന് ലെവൽസ് ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഈവൻ ഇഫ് യു തിങ്ക് ഒരു വ്യക്തി ഡോക്ടർ ആവുന്നു, അല്ലെങ്കിൽ ഒരാൾ എഞ്ചിനീയർ ആവുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു അവാർഡ് വാങ്ങിക്കുന്നു, അത് ഒരു ബാർബർ ആത്മാർത്ഥതയോടെ ആത്മസംതൃപ്തിയോടെ മുടി വെട്ടുന്നു. ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നൊരു ചിന്ത നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പ്രവൃത്തികളുടെ വാല്യൂസിൽ വ്യത്യാസം ക്രിയേറ്റ് ചെയ്യും. ആ ഒരു തോട്ട് അങ്ങ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷെ ഒരു അവാർഡ് വാങ്ങിക്കുന്ന അതേ സന്തോഷത്തോടെ തന്നെ മുടി വെട്ടും. തീർച്ചയായിട്ടും അല്ലെ, അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് പോകുന്നത് ഒരു പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ, അതായത് ഇതൊരു ജസ്റ്റ് ഒരു കർമ്മ ത്രൂ ദിസ് BMI സംതിങ് ഈസ് ഹാപ്പനിങ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് ദി ആത്മ വിച്ച് ഈസ് ഇൻസൈഡ് എന്നൊരു തോട്ടിലേക്ക് വരുന്നതല്ലേ കുറച്ച് അതൊരു ശരിയായ ലൈൻ ഓഫ് തിങ്കിങ് അല്ലേ എന്നായിരുന്നു. തീർച്ചയായിട്ടും അതാണ് ഇത്രയും നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അതായത് അതിൽ വേറൊരു ഇപ്പം നമ്മളൊരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രവർത്തനം ഫലം കിട്ടിയാൽ പ്രതീക്ഷിതമായിട്ട് അത് നെഗറ്റീവായിട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് അപ്പോഴും അതിൽ നമ്മൾ വിഷണ്ണരായിട്ടിരിക്കാണ്ട്
എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ള ഒരു അനലിറ്റിക്കൽ പ്രോസസ്സിലേക്ക് നമുക്ക് പോവാനും, എന്നിട്ട് അവിടെ അപ്പം നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ വീഴ്ചകളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനുള്ള പ്രിപ്പറേഷൻസ് എന്താണ്, അതിനുള്ള ഉപാസനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് ഉപാസിക്കാൻ, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേണ്ട ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാവും, കർമ്മ ചോദന നമുക്കുണ്ടാവും. അപ്പോൾ അത് ചെയ്യുമ്പോഴും ഇനി എന്നിട്ട് പിന്നെയും കിട്ടിയില്ലെങ്കിൽ അത് സംഭവിക്കും എന്നുള്ളത് ചിന്തിക്കരുത്. ഇനി രണ്ടാമതും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഉൾക്കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ചെയ്തതിനേക്കാട്ടിലും നന്നായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് ഇഫ് വി തിങ്ക് ദാറ്റ് വി ഹാവ് മെയ്ഡ് പ്രോഗ്രസ്, വി ഷുഡ് ഡെഫിനറ്റ്ലി ഇമ്മീഡിയറ്റ്ലി വി ഷുഡ് ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പം ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് പോയി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പുറമേ നിന്ന് കിട്ടുന്ന കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ അവാർഡുകളോ റെക്കഗ്നിഷൻസോ ഒന്നും വേണമെന്നില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോഴാണ് നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു എന്താ പറയുക ഇമ്പറ്റസ് നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ വരുന്ന ഒരാൾക്കാണ് മോക്ഷം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹി വിൽ ബി ദെൻ ഹാവിങ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് വിച്ച് വിൽ ഹെൽപ്പിംഗ് ടു ബ്രേക്ക് ഔട്ട് ഓഫ് കംഫർട്ട് സോൺസ് ആൻഡ് എക്സ്പാൻഡ്. മറ്റവരെന്താ പറ്റുക, 2 പ്രാവശ്യം കിട്ടിയില്ല എന്ന് കഴിഞ്ഞാൽ പിന്നെ ദേ വിൽ സ്റ്റോപ്പ്, പിന്നെ ദേ വിൽ ബിക്കം കുറച്ച് കഴിയുമ്പോൾ ദേ വിൽ ഓൾസോ ബിക്കം മീഡിയോക്കർ ഓൾസോ ആൻഡ് ദെൻ ദേ വിൽ ഗോ ഇൻ ടു എ കൈൻഡ് ഓഫ് ടെയിൽ സ്പിൻ. അത് പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള വഴിയാണ് ഈ മോക്ഷസന്യാസം എന്ന് പറയുന്നത്. ഐ മീൻ ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് ആക്ച്വലി ബി അച്ചീവിങ്, ദാറ്റ് എക്സ്പാൻഡഡ്നെസ് through our attitudes, motivations, shaping our attitudes and motivations, and then connecting with tyaga and renunciation in the proper manner. True. That is exactly what it is. Pradeep. ഈ റെക്കഗ്നിഷൻ പലപ്പോഴും നമ്മളെ ആ ഒരു റിസൾട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യിക്കുന്നില്ല എന്നാണ് ആണ്. അത് പലപ്പോഴും അപ്പം എന്താ പറ്റുക വെച്ചാൽ അതിൽ ഗീത ഇപ്പം 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് അതിൻ്റെ ദ കോൺസെപ്റ്റ് ഇസ് ദാറ്റ് വെൻ വി ആർ ആക്ച്വലി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് റെക്കഗ്നിഷൻ ആൻഡ് അവാർഡ്സ് ആൻഡ് റിസൾട്ട്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് വി ആർ ഗെറ്റിംഗ് ലിമിറ്റഡ് ടു ദാറ്റ് ലെവൽ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിന്തിക്കാൻ അതേ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ വീണാൽ അതിനെക്കാട്ടിലും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടായിന്ന് വരും. ആ റിസൾട്ട്സ് ലിമിറ്റഡ് ആവില്ല. അപ്പോൾ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് നമുക്ക് ഒരു റേസിൽ 9.8 seconds ആണ് റെക്കോർഡ്. അപ്പോൾ അത് ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒബ്ജക്റ്റീവ് എങ്കിലോ ഐ വിൽ ബീറ്റ് 9.81 നമ്മൾ എത്തിയെന്ന് വരും ചിലപ്പോൾ. നേരെ വെച്ച് അതൊന്നും ഇല്ലാണ്ട് യു കീപ് ഓൺ ഇമ്പ്രൂവിങ്, യു മൈറ്റ് ഈവൻ ഫിനിഷ് ഇറ്റ് 9.7, അതിനേക്കാളും കുറഞ്ഞു എന്ന് വരാം. യു വിൽ ബ്രേക്ക് ദ റെക്കോർഡ്സ് ആൻഡ് ഗോ ബിയോണ്ട് ദാറ്റ് മച്ച് ഫാർദർ. അങ്ങനത്തെ ഒരു 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 എന്താ പറയുക, ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ലിമിറ്റഡ് തിങ്കിങ്, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഇറ്റ് അച്ചീവ്സ്. സതീഷ് ജി, യെസ് രാംജി. നമ്മുടെ ചിന്മയ മിഷൻ കണ്ണൂർ സെക്രട്ടറി മഹേഷ് ചന്ദ്ര ബാലിക വന്നിട്ടുണ്ട്. ഓക്കെ മഹേഷ് ജി, നമസ്തേ. നമസ്തേ, ഹരി ഓം. ഹരി ഓം. ഹരി ഓം. നമസ്തേ. നമസ്തേ. രാംജി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇതിനു മുമ്പ് മഹേഷ് ജി വന്നിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ താങ്ക് യു ഫോർ അറ്റൻഡിങ്.